നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. പാലക്കാട് വലിയ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സംസ്കാര പരിപാടികളായിരുന്നു. ആ ഗ്രൗണ്ടിലെ പൊടിയൊക്കെ അടിച്ചിട്ട് കോൾഡ് പിടിച്ചു, അതുകൊണ്ട് ക്ഷമിക്കുക. എൻ്റെ വിഷയം ഭാഗവതധർമ്മം നവയോഗി സംവാദമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സ്വധാമഗമനത്തിലേക്ക് പോവാൻ തൻ്റെ അവതാര ലീല ഉപസംഹരിക്കാൻ തയ്യാറായതായി ബ്രാഹ്മണ ശാപമുണ്ടാക്കിയോടുകൂടി ശ്രീനാരദ മഹർഷിക്ക് മനസ്സിലായി. പരമഭാഗവതനായ നാരദ മഹർഷി കൃഷ്ണദർശന ലാലസഹാന, ഭഗവാനെ കണ്ടിട്ട് ആർക്കാ മതി വരിക? സൗന്ദര്യോത്തരതോപി സുന്ദരതരമായിട്ടുള്ളതായ ഭഗവാന്റെ ആ ദിവ്യ സ്വരൂപത്തെ അറിഞ്ഞ് ആശ്രയിച്ച നാരദ മഹർഷി എപ്പോഴും ഭഗവാനെ കാണാനുള്ള ഔത്സുക്യം കൊണ്ട് ഓരോരോ കൊട്ടാരത്തിൽ അങ്ങനെ കയറി ഇറങ്ങും. അങ്ങനെ ഒരു ദിവസം വസുദേവരുടെ കൊട്ടാരത്തിൽ വരിക. വസുദേവരെ ഭക്തി ആദരവോടുകൂടി ശ്രീനാരദ മഹർഷിയെ പൂജിച്ചിരുത്തിയതിന് ശേഷം പറഞ്ഞു, ഞാൻ എത്ര ഭാഗ്യം ചെയ്തവനാ. സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ തന്നെ എൻ്റെ പുത്രനായി അവതരിച്ചു. എന്നിട്ടും എൻ്റെ ഭയവും ദുഃഖവും തീർന്നില്ല എന്ന്. നോക്കണം, വസുദേവർ പറയുക. അപ്പം നമ്മുടെയൊക്കെ കഥയോ? ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് ഈ ഭയവും ദുഃഖവും തീരണമെങ്കിൽ അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏ വൈ ഭഗവതാ പ്രോക്ത ഉപായാഹി ആത്മലബ്ധയേ. ഓരോരുത്തരുടെയും ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താ? ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തമാണത്രേ. എന്താ നമ്മുടെ സ്വന്തം? നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ വീടോ ബാങ്ക് ബാലൻസോ ഈ ദേഹമോ ഈ ചിന്തകളോ ഒന്നുമല്ല. ഇതിനെയൊക്കെ അതാക്കി നിലനിർത്തിക്കൊണ്ട് നമ്മെ നാമാക്കി നിലനിർത്തുന്ന, നമുക്ക് ഉണ്മ തരുന്ന, നമ്മുടെ അസ്തിത്വത്തിന് ആശ്രയഭൂതമായിരിക്കുന്ന നമ്മുടെയൊക്കെ ആത്മാവാണ് ഭഗവാൻ. നാനാവിധമായ സ്വർണ്ണ ആഭരണങ്ങൾക്ക് ആ സ്വർണ്ണ ആഭരണങ്ങളുടെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലൊക്കെ കയറി അണിയാൻ അതിന് ഉണ്മ കൊടുക്കുന്നത് ആരാ? അതിന് സത്തയും സ്ഫൂർത്തിയും ഉണ്മയും കൊടുക്കുന്നത് ആരാ? സ്വർണം അല്ലേ? സ്വർണത്തെ മാറ്റിയ പിന്നെ അതുണ്ടോ? ഇതുമാതിരി നമ്മളിൽ നിന്ന് എന്തൊന്നിനെ മാറ്റിയ പിന്നെ നമ്മളില്ല. നമ്മളിലെ ആ ചൈതന്യം ജഡമായ ദേഹമനോബുദ്ധികളെയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അന്തര്യാമിയായി സർവരിലും സർവദാ സദാ വസിച്ചുകൊണ്ടിരിക്കുന്ന ആ സത്യസ്വരൂപൻ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? ഭഗവാൻ. ഹരി ദേഹഭൃതാമാത്മാ എന്നാണ് ഭാഗവതം ഭഗവാനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. കൃഷ്ണനെ കാണാൻ പോയില്ലോ ഈ ഗോപിമാരൊക്കെ കൂടി. അപ്പോൾ പരീക്ഷത്തിനെ പറഞ്ഞു കൊടുക്കുക, പൂതന
ആ കൂട്ടത്തിൽ ഗോപിമാരുടെ കൂട്ടത്തിൽ കാണാൻ പോയില്ലേ? അപ്പോൾ അവിടെ എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ട് തന്നിലേക്ക് ആകർഷിച്ച കണ്ണൻ പൂതനയുടെ വരവായി എന്ന സമയത്ത് കണ്ണടച്ചു എന്നാണ്. അപ്പം കൃഷ്ണനൊന്ന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? ചരാചരാത്മാ സനിമീലിതക്ഷണ. അവൻ കണ്ണടച്ചു. എന്തുകൊണ്ട്? ഈ വരുന്നവളുടെ ഉള്ളിലിപ്പോൾ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തരാത്മാവായി സർവസാക്ഷിയായി വിളങ്ങുന്ന ആത്മചൈതന്യമാണ് ആ കൃഷ്ണനായി വന്നേക്കണതേ. അപ്പോൾ അവളുടെ സങ്കല്പം സാധിപ്പിക്കണമെങ്കിൽ എൻ്റെ കണ്ണ് തുറന്നു കിടന്ന് എൻ്റെ കണ്ണ് കണ്ട് ആകർഷിക്കപ്പെട്ടാൽ സാധിക്കില്ല. അതുകൊണ്ട് കണ്ണടച്ചു എന്ന്. സർവഭൂതമനോഭിജ്ഞ. കുചേലൻ അവില് കൊണ്ടുപോയില്ലേ? ഭഗവാൻ ചോദിച്ചിട്ടും അവല് കൊടുത്തില്ല. എന്താ കാരണം? സർവഭൂത മനോഭിജ്ഞ. സർവരുടെയും മനസ്സ് നടക്കുന്ന സകല ചിന്തകളെയും കണ്ടുകൊണ്ട് സർവഭൂത ആത്മദൃക് തസ്യാഗമന കാരണം. എല്ലാവരുടെയും ഉള്ളിൽ ദൃക്സ്വരൂപനായി സദാ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ. ഇങ്ങനെയൊക്കെ ഭാഗവതത്തിൽ പലയിടത്തും ഭഗവാനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെ ഭഗവാൻ തൻ്റെ ആ സങ്കല്പം കൊണ്ടാണ് ഈ അവതാരമെടുത്തത്. തൻ്റെ സങ്കല്പം കൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ സമയത്താണ് നാരദ മഹർഷി വസുദേവരുടെ കൊട്ടാരത്തിൽ ചെല്ലണത്. അപ്പോഴാണ് ഭഗവാൻ തന്നെ തൻ്റെ ഭക്തന്മാർക്ക് തന്നെ നല്ലോണം തൻ്റെ ഉള്ളിൽ അവരവരുടെ ഉള്ളിൽ അറിഞ്ഞനുഭവിക്കാൻ വേണ്ടി ഏവൈ ഭഗവതാ പ്രോക്താവുമായ ഭഗവാൻ തന്നെ ഭഗവത്തന്മാർ അനുഭവിക്കണം, സാക്ഷാത്കരിക്കണം നിരീക്ഷിച്ചിട്ട് ഉപദേശിച്ചിട്ടുള്ള ആ ഉപദേശങ്ങളുണ്ട്. അതാണ് ഭാഗവധർമ്മം. അതിനെ എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഇത് പണ്ട് തന്നെ നവയോഗികൾ നിമി ചക്രവർത്തിക്ക് ഉപദേശിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാം. സാക്ഷാൽ ബ്രഹ്മപുത്രനായ മനു സ്വയംഭുവനു, മനുവിൻ്റെ മൂത്തപുത്രൻ പ്രിയവ്രതൻ്റെ മൂത്തപുത്രൻ അഗ്നീന്ദ്രൻ, അഗ്നീന്ദ്രൻ്റെ മൂത്തപുത്രൻ നാഭിയുടെ പുത്രനായിട്ട് ഭഗവാൻ ഋഷഭദേവനായി അവതാരമെടുത്തു. ആ ഋഷഭദേവൻ്റെ 100 പുത്രന്മാരിൽ ഈ പ്രപഞ്ചം മുഴുവനും ആ ഭഗവത് സ്വരൂപമായി തിരിച്ചറിഞ്ഞ 9 പേരാണ് നവയോഗികൾ എന്നറിയപ്പെടുന്നത്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നും അവർക്ക് പേരുണ്ട്. അവർ ഭഗവാനെന്ന് ഭിന്നമായി ഒന്നും കാണുന്നവരല്ല, എല്ലാം ഭഗവാനാണെന്നുള്ള ആ സാക്ഷാത്കാരമുള്ളവരും അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാൻ കഴിവുള്ളവരുമാണ്. അങ്ങനെയുള്ള 9 ഗുരുനാഥന്മാർ ഒരു ശിഷ്യൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരിക. ശിഷ്യൻ ഗുരുവിനെ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല, ഗുരുവിനെ മനസ്സിലാവില്ല നമുക്ക്. ശിഷ്യൻ നല്ലൊരു ശിഷ്യനായി പാകപ്പെട്ടാൽ ഗുരു ശിഷ്യനെ തേരി ഇങ്ങോട്ട് വരും. ഈ നിമി ചക്രവർത്തി തൻ്റെ ജീവിതത്തിൽ സകല പ്രവൃത്തികളും കേവലം ഭഗവാൻ പ്രസാദിക്കണം എന്ന് മാത്രം സങ്കല്പിച്ചുകൊണ്ട് ഭഗവത് അർപ്പണമായി ജീവിച്ച ആളാണ്. അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നു, യാഗയജ്ഞങ്ങൾ ചെയ്തിരുന്നു, എല്ലാം ചെയ്തിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താ? ഭഗവത് സന്തോഷം മാത്രം. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ മനസ്സ് പാകപ്പെടും. ഈ ആത്മബോധം നേടാൻ അല്ലെങ്കിൽ ആത്മജ്ഞാനം കൈവരിക്കാൻ ഏകാദശിൻ്റെ മുഖ്യ വിഷയം അതാണല്ലോ, അതിന് അർഹതയുണ്ടാകും. അപ്പോൾ ഗുരുനാഥൻ എത്തിച്ചേരും. ഇതാണ് ഭാഗവതത്തിൻ്റെ ഘടനയും. ആദ്യത്തെ 10 സ്കന്ധങ്ങളിൽ ഭഗവാന്റെ കഥകളും ലീലകളും മഹാന്മാരുടെ കഥകളും ഒക്കെ നിറച്ചു വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ശ്രീകൃഷ്ണചരിതവും ലീലകളും 90 അധ്യായത്തിൽ ദശമത്തിൽ. ഇതൊക്കെ കേട്ട് പക്വതയും പാകതയും വന്ന ഹൃദയത്തിലാണ് ഈ ഏകാദശം ഉപദേശിക്കേണ്ടത്. പക്ഷേ ഗുരുമൂർത്തി പറഞ്ഞ ഒരു പോയിൻ്റ്, പല ആചാര്യന്മാരും ഈ ഏകാദശം വിഴുങ്ങാറ പതിവ്. ഉച്ചയ്ക്ക് കൊട്ടിക്കലാശം, പിന്നെ തട്ടുപണം പിരിച്ച് പോകണമല്ലോ ഞങ്ങൾക്ക്. വൈകുന്നേരം അന്ന് തന്നെ വേറൊരു സപ്താഹം ഏറ്റിട്ടുണ്ടാവുകയും ചെയ്യും. അവ പിന്നെ നിവൃത്തിയില്ലല്ലോ. പക്ഷെ എപ്പോഴും ഏകാദശത്തിൻ്റെ നല്ല സ്ഥാനമുണ്ട്. ഭാഗവത ഹൃദയമാണെന്നൊക്കെ മഹാന്മാർ അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും മനസ്സിനെ പാകപ്പെടുത്തി ആ ദശമസ്കന്ധത്തിലെ ലീലകളെ കൊണ്ട് ഭക്തി കൊണ്ട് മനസ്സങ്ങനെ പാകപ്പെട്ട് ഇരിക്കുമ്പോൾ അവിടെ ഏകാദശം കൊടുത്താൽ
അർഹതയുള്ള ആൾക്കാർക്ക് അത് അനുഭവമാകും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൽ ഈ നവയോഗി ഉപദേശം. ഏകാദശത്തിൽ 3 തരത്തിൽ ഈ മോക്ഷധർമ്മത്തെ ഉപദേശിക്കുന്ന നമുക്ക് കാണാം. ആദ്യം ഈ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാരാജാവ് സാധാരണക്കാരായ ഒരാളുടെ പ്രതീകമാണ്. ഒരു ഗൃഹസ്ഥനാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിനാണ് ഉപദേശിക്കുന്ന ഉപദേശമാണ് ഈ ഭാഗവതധർമ്മം. ഇനി കുറച്ച് കഴിഞ്ഞാൽ കാണാം അവധൂത ഗീത. അവധൂത മഹാത്മാവ് ഈ ലോകത്തിൽ പ്രകൃതിയിൽ നിന്ന് ഓരോന്ന് പഠിച്ചു. അങ്ങനെ അദ്ദേഹം ജീവൻ മുക്തനായി. അതാണ് 24 ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച പാഠം. അതെല്ലാം ഉപേക്ഷിച്ച് അവധൂതനായി സഞ്ചരിക്കുന്ന ഒരാളുടെ പഠന അല്ലേ, അത്രയ്ക്കും മാനസികമായ തലത്തിലേക്ക് ഉയർന്ന പ്രപഞ്ച വിഷയങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് വന്ന ഒരാൾക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റില്ല. പക്ഷേ ഈ നിമിക്ക് ഉപദേശിക്കുന്ന നമുക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ പിന്തുടരാൻ കഴിയുന്നതാണ്. പിന്നീട് ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശം അത് മുഴുവനും ഉപനിഷത്ത് രഹസ്യമാണ്. നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും അതിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവനും ഉപനിഷത്ത് സന്ദേശമാണെന്നർത്ഥം. അത് ശാസ്ത്രത്തിൻ്റെ സാമാന്യമായ അടിത്തറയൊക്കെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും എളുപ്പത്തിൽ. ഈ ഭാഗവതധർമ്മത്തിൻ്റെ മഹിമ എന്താ? തൻ്റെ ഭക്തന്മാർക്ക് ഇതേ ആത്മബോധം ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് ഭഗവാൻ കൃപ കൊണ്ട് അലിഞ്ഞ് ഉപദേശിച്ചതാണ്. ഇനി ഇതിനൊരു മഹിമ പറയണു. ധാവൻ നിമീല്യവാ നേത്രേം നസ്കലേത് നപതേതിഹ. കണ്ണടച്ചിട്ട് അങ്ങോട്ട് ഓടിക്കോളൂ, വീഴില്ല. കുണ്ടും കുഴിയില്ലാത്ത രാജപാതയാണ്. സത്യത്തിലേക്ക്, ഈശ്വരനിലേക്ക്, പരമാത്മാവിലേക്ക്, മോക്ഷത്തിലേക്കുള്ള രാജപീഠിയാണ് ഈ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്ന നവയോഗി ഉപദേശം. അങ്ങനെയുള്ള നിമി ചക്രവർത്തിയുടെ കൊട്ടാരത്തിലൊരു യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ യാഗസദസ്സിലേക്കാണ് ഈ നവയോഗീശ്വരന്മാർ കയറി വന്നത്. നോക്കൂ, നമുക്ക് മഹാന്മാരെ കണ്ട മനസ്സിലാക്കാനേ ഭ്രമം. നിവിക്ക് ഈ വന്ന 9 പേരും ഈശ്വര സ്വരൂപികളാണെന്ന് മനസ്സിലായി. 9 പേരെയും ഭക്തി ആദരവോടുകൂടി ശ്രദ്ധാഭക്തി പുരസരം പാദപൂജയൊക്കെ ചെയ്ത് നമസ്കാരം ചെയ്ത് അവരോട് വിവേകം നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ സംസാരത്തിൽ കുറച്ചു നേരമെങ്കിലും നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ കാണാൻ സാധിക്കുക, സത്സംഗം സാധിക്കുക. സത്സംഗസേവധീർനൃണാം. പരമദരിദ്രനൊരു നിധി കിട്ടിയാലെന്നോണം അതിനേക്കാളും വിലമതിക്കാൻ കഴിയാത്തതാണ് പലതരത്തിലുള്ള പ്രാപഞ്ചിക ദുഃഖങ്ങളിൽപ്പെട്ടുഴലുന്ന ഒരു ജീവന് ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളെ കാണാൻ സാധിക്കുന്നതും അവരുടെ ഉപദേശങ്ങളെ കേൾക്കാൻ സാധിക്കുന്നതും. അതുകൊണ്ട് ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖ. അതുകൊണ്ട് ഈ മനുഷ്യജന്മത്തിന് ആത്യന്തികമായ സാഫല്യം, ക്ഷേമം, ശ്രേയസ് എന്തുകൊണ്ട് കൈവരും എന്ന് അരുളി ചെയ്യണം. ഞാൻ കേട്ടിട്ടുണ്ട് ഭാഗവതധർമ്മം ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ എനിക്കത് കേട്ടാൽ മനസ്സിലാകുമോ, അതിനുള്ള അർഹതയുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ ഭാഗവതധർമ്മത്തെ ഉപദേശിച്ച് ധന്യനാക്കി തീർക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ യോഗീശ്വരന്മാർ ഓരോരുത്തരായിട്ട് മറുപടി പറയണത്. അത് മുഴുവൻ പറയാം. 9 ശ്ലോകവും 9 ചോദ്യവും 9 ഉത്തരവുമാണ്. അത് 9 പ്രധാനപ്പെട്ടതാണ്. അത് വലിയ ധാരാളം സമയം വേണം. നമുക്ക് അനുവദിച്ച സമയം കൊണ്ട് ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരവൊന്ന് നമുക്ക് നോക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ മഹാരാജാവ് ചോദിച്ച സമയത്ത് കവി എന്ന് പറഞ്ഞ യോഗീശ്വരൻ അതിന് മറുപടി പറഞ്ഞു. 2 കാര്യങ്ങൾ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുക. എന്താ അത്? 1 ദുഃഖം, 2 ഭയം. എന്താ ഭയം? ഞാനില്ലാണ്ടായാലോ എന്നുള്ള ഭയം അല്ലേ? ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. 99 വയസ്സായി കിടക്കയിൽ കിടക്കണ ഒരാളാണെങ്കിലും അയാളോട് എന്നാ നീ നമുക്ക് വേഗം മരിക്കാലേ എന്ന് പറഞ്ഞാലോ, നീ എന്തായി വേണ്ടാത്തനും പറയണേന്നാ പറയാം അല്ലേ? മരിക്കാൻ ഇഷ്ടമില്ല എന്നർത്ഥം. എന്തുകൊണ്ടാണത്? വാസ്തവത്തിൽ നമുക്കാർക്കും മരിക്കാൻ കഴിയില്ല. മരിക്കാൻ കഴിയണത് ജനിച്ച ശരീരത്തിന് മാത്രമാണ്. നാം ശരീരമാണ് എന്ന് ധരിക്കൊണ്ട് ശരീരത്തിൻ്റെ മരണത്തിൽ ഞാനില്ലാണ്ടായാലോ എന്ന് ഭയപ്പെടുന്നു. അതിന് കാരണം യഥാർത്ഥ ഞാനിനെ എന്നെ തിരിച്ചറിയായ്മയാണെന്നർത്ഥം. യഥാർത്ഥ ഞാൻ ജനന മരണരഹിതനാണ്, ഭഗവതംശമാണ്. മമൈവാംശോ ജീവലോകേ
ജീവഭൂത സനാതന, സനാതനനായ എൻ്റെ അംശം തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ ജീവന്മാരെന്നും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാത്തപ്പോൾ ശരീരത്തെ താനെന്ന് ധരിക്കണു. അപ്പോൾ ശരീരത്തിൻ്റെ ജനനം എൻ്റെ ജനനം, അതിൻ്റെ നാശം എൻ്റെ നാശം എന്ന് ഭയപ്പെടുന്നു. പക്ഷെ അത് ഭയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ശരീരം എന്നും ആരുടെയായാലും മരിക്കാണ്ടിരിക്കുമോ? എല്ലാ കൊച്ചുകുട്ടിക്ക് പോലും അറിയില്ല മരണം. നമ്മളെല്ലാവരും വീട്ടിലും നാട്ടിലും കാണുന്നതാ. എൻ്റെ ഈ ദേഹവും ഒരു ദിവസം മരിക്കുന്നറിയാം. അറിയാത്തവരാണോ നമ്മൾ ആരെങ്കിലും? അറിയാത്തവരല്ല. എന്നാൽ നമുക്ക് ആർക്കെങ്കിലും മരിക്കാൻ മോഹമുണ്ടോ? ഇല്ല. രണ്ടും കൂടി എങ്ങനെ ശരിയാവുക? ഒന്നിലോ തന്നെ ശരീരമാണെന്ന് എടുക്കാണ്ടിരിക്കണം. ശരീരമാണെന്ന് വിചാരിച്ച്, മരിക്കുന്ന ശരീരമാണ് നമ്മൾ ഇവിടുന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് മരിക്കാണ്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത് വിവരക്കേടോ? നമ്മൾ എത്ര സ്കൂളിലൊക്കെ പോയത് വെറുതെ ഇല്ലേ അല്ലേ? ശരീരം മരിക്കണതാണ്. അതിൻ്റെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് എന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ മരണം അനിവാര്യമാണ്, തടയാനാവില്ല അല്ലേ? പക്ഷെ നമുക്ക് മരിക്കാൻ ആർക്കും ആഗ്രഹമില്ലേനും. എന്താ കാരണം? നമ്മളൊക്കെ അമൃതസ്വരൂപികളാണ്. ശൃണ്വന്തു സർവേ അമൃതസ്യ പുത്രാഹ എന്നാണ് ഋഷീശ്വരന്മാർ നമ്മളെ നോക്കി വിളിച്ചത്. പാപികളെ എന്നല്ല വിളിച്ചത്. അമൃതസ്വരൂപികളാണ് നിങ്ങൾ. യു ആർ ദ ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മളെ നോക്കി പറഞ്ഞത്. ഇമ്മോർട്ടാലിറ്റി ഈസ് യുവർ ബർത്ത് റൈറ്റ്. നിങ്ങളുടെ ജന്മാവകാശമാണ് ആ അമൃതത്വം. അത് പ്രാപിക്കല്ല, അത് തിരിച്ചറിയലാണ്. മനസ്സിലാകണ്ടോ? അപ്പോൾ എന്താണ് കാരണം? നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിച്ചോളൂ, നമുക്ക് പല വിഷമങ്ങളുണ്ടാവും അല്ലേ? അതൊന്നും നമ്മൾ പറയുക. ഇതൊക്കെ രോഗമല്ല, രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്, സിംറ്റമാണ്. സിംറ്റത്തിനല്ല നല്ല ഡോക്ടർ ചികിത്സിക്കുക ആണോ? ആ സിംറ്റം കണ്ട ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ നടത്തി വരാൻ പറയും. ആ ടെസ്റ്റൊക്കെ നടത്തി റിപ്പോർട്ട് നോക്കിയിട്ടാണ് ഡോക്ടർ ഡയഗ്നൈസ് ചെയ്യും, രോഗനിർണയം ചെയ്യണം ആദ്യം. അതിനുശേഷം രോഗത്തിന് ചികിത്സിക്കണം അല്ലേ? അപ്പം നമുക്ക് നോക്കൂ, എന്തെല്ലാം ഉണ്ടായിട്ടും നമുക്ക് സുഖം എന്ന് പറയണതില്ല, സന്തോഷം എന്ന് പറയണതില്ല, സമാധാനം എന്ന് പറയണതില്ല, ശാന്തി എന്ന് പറയണതില്ല. ദുഃഖം ആരും ആഗ്രഹിക്കണില്ല ജീവിതത്തിൽ. പക്ഷേ ദുഃഖം പിന്നെയും പിന്നെയും വരണില്ലേ? ശാന്തിയും സുഖവും സമാധാനവും ശാശ്വതമായി ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് കിട്ടണമില്ല. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങൾ എന്താ പറയണത്? ദുഃഖം എന്നേക്കുമായി ഇല്ലാണ്ടാവുക, ശാശ്വതമായ സുഖവും ശാന്തിയും സമാധാനവും ഉണ്ടാവുക, അനുഭവിക്കാറാവുക. ഇതിൻ്റെ പേരാണ് മോക്ഷം. മോക്ഷം എന്താന്ന് പോലും അറിയില്ല ശബരിമലയ്ക്ക് പോണവർക്ക് പോലും. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്ന പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുക അല്ലേ? തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സ്വാമിയെ നമുക്ക് കാണാൻ സാധിച്ചാൽ അത് സാധിക്കും. എന്തായാലും ഇവിടെ യോഗീശ്വരൻ മറുപടി പറയണു, മന്യേ കുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേഃ അസതാത്മഭാവാത് വിശ്വാത്മനായത്ര നിവർത്തതേ ഭീഃ. അസത്തായ ജഡമായ ദൃശ്യമായ നിരന്തര പരിണാമിയായ ഈ ദേഹത്തെ താൻ എന്ന് ധരിക്കൊണ്ടാണ്, വിശ്വസിക്കൊണ്ടാണ്, എടുക്കൊണ്ടാണ് നമുക്ക് ഭയവും ദുഃഖവും ഒഴിവാക്കാൻ പറ്റാതിരിക്കണത്രേ. അപ്പം നശ്വരമായ ദേഹാദികളിലുള്ളതായ അഭിമാനം കൊണ്ട് വന്നു ചേർന്ന ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചനം നേടണമെങ്കിൽ ഒരു വഴിയുള്ളൂ, നാശരഹിതനായ അച്യുതൻ്റെ, അച്യുതൻ എന്ന് പറഞ്ഞാൽ നാശരഹിതൻ എന്നർത്ഥം, നാശരഹിതനായ ഭഗവാന്റെ പാതാരവിന്ദം ഭജനം നിത്യം ചെയ്യലാണ് എന്ന്. ഇതാണ് പ്രിസ്ക്രിപ്ഷൻ. ഇനി എന്താണ് ആ അച്യുതൻ്റെ പാദാംബുജ ഉപാസന നിത്യം ചെയ്യൽ? കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാത് കരോതി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സമർപ്പയേൽ തത് നമ്മൾ പറയുമ്പോൾ സമർപ്പയാമി എന്ന് പറയും. ഉപദേശമാകുമ്പോൾ മൂന്നാമത്തെ ഒരാളുണ്ടാകുമ്പോൾ സമർപ്പയത്തെന്ന്. ഇനി പറയണു, അതിനുള്ള ഉപായം മനസാ വാച കർമ്മണ അവനവൻ്റെ പൂർവ്വ സംസ്കാരത്തിനനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നാരായണനിൽ അർപ്പിച്ച് നാരായണൻ്റെ ആരാധനമായി, ഈശ്വരൻ്റെ ആരാധനമായി ചെയ്യലാണ് അതിനുള്ള ഔഷധ സേവ. അതുകൊണ്ട് എങ്ങനെയാണ് സാധിക്കുക? പറഞ്ഞു, ജഡവും നശ്വരവും ദൃശ്യവുമായ ദേഹാദികളെ താനെന്ന് ധരിക്കുന്നു എന്ന് നമ്മൾ. പക്ഷേ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ധരിക്കണം എന്താണ്? ഞാനെന്ന് പറഞ്ഞാൽ ദേഹമാണെന്നാ അല്ലേ? ഇവിടെ എന്താണ് ആ ശ്ലോകത്തിൻ്റെ അവസാനം പറഞ്ഞത്? ഉദ്വിഗ്ന ബുദ്ധി. അതുകൊണ്ട് പലതരത്തിലുള്ള ഉദ്വേഗങ്ങളും ടെൻഷനും വെറീസും ഭയവും ഒക്കെ സ്ട്രെസ്സും സ്ട്രെയിനുമായി ജീവിക്കുന്ന ഈ ജീവന്
അതിന് മോചനം ഉണ്ടാവണമെങ്കിൽ വിശ്വാത്മാവായി വളരണം അത്രയർത്ഥം. വിശ്വാത്മന, താൻ ആരാണ്? ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവായ ആ ഭഗവത് സ്വരൂപമാണ് എന്ന് തിരിച്ചറിയണം. വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവാരാണ്? ഭഗവാനാണ്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഭഗവാനാണ്. അതറിയണമെങ്കിലോ നമ്മൾ ഓരോരുത്തരും ഈ ശരീരമല്ല, ഇതിനെ അറിയുന്ന ആ ചൈതന്യമാണ്, ആത്മസ്വരൂപമാണ് എന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാലോ മതാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരു എന്താ ചെയ്യുന്നത്? എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും വേറെ വേറെയല്ല. എല്ലാ വൈദ്യുത ഉപകരണങ്ങളുടെ പുറകിലും അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരണ്ട് ഏകം അല്ലേ? ഇതുപോലെ എന്നെ ഞാനാക്കുന്നതും നിങ്ങളെ നിങ്ങളാക്കുന്നതും എല്ലാവരുടെ ശരീര മനോബുദ്ധികളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിൽ അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യം ഏകമാണ്. എല്ലാ മുറികളുടെ അകത്തും ഉള്ളതായ ആകാശം അഥവാ സ്പേസ്, നമുക്ക് മുറികളുടെ ദൃഷ്ടി കൂടെ നോക്കുമ്പോൾ ചെറുതായും വലുതായും പലതായും തോന്നും അല്ലേ? പക്ഷേ ആ സ്പേസ് അനേകമുണ്ടോ? ഒരു സ്പേസ് അല്ലേ ഉള്ളൂ, ഒരാകാശമല്ലേ ഉള്ളൂ. ആ മഹാ ആകാശം തന്നെ പല പല മുറികളിലൂടെയും പാത്രങ്ങളിലൂടെയും പലതായും ചെറുതായും വലുതായും തോന്നപ്പെടുന്നത് പോലെയാണ് ഒരേ ഒരു പരമാത്മ ഭഗവാനാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുള്ളൂ. ഭാഗവത്തിൽ പല കഥാരൂപത്തിലും തത്വരൂപത്തിലും പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അല്ലേ? ബ്രഹ്മാവിന് ആദ്യം പറഞ്ഞു കൊടുത്തു 4 ശ്ലോകത്തിൽ, അഹമേവാസമേവാഗ്രം നാന്യത്. ഈ സൃഷ്ടിക്ക് മുമ്പ് ഞാൻ ഒരുവനേ ഉണ്ടായിരുന്നുള്ളൂ. പശ്ചാത്തഹം, ഈ സൃഷ്ടിയായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. യോ അവശിഷ്യേതശോസ്മ്യഹം, ഈ അവസാന സൃഷ്ടി ഇല്ലാണ്ടായി ശേഷിക്കുന്നത് ഞാനാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമല്ലേ, ഇവിടെ ഭഗവാനെന്ന് വേറിട്ടിട്ട് ഒരു സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. സൃഷ്ടിയെ നിങ്ങൾ കണ്ടപ്പോൾ ആ സൃഷ്ടി എങ്ങനെ കാണണം? ഭഗവാനായി കണ്ടോണം. അതല്ലേ ഭഗവാന്റെ ആ ചതുശ്ലോക ഉപദേശത്തിൻ്റെ മർമ്മം. അതെ, ഇത് കാണിച്ചു തന്നു വത്സസ്തേയത്തിലൂടെ അല്ലേ? ബ്രഹ്മാവ് ഭഗവാനെ പറ്റിക്കാൻ പോയി. പക്ഷേ അംബോജ സംഭവനും അമ്പോട് നീന്തിപത, ആ ബ്രഹ്മാവും ഭഗവാന്റെ മായയിൽപ്പെട്ടുഴന്നു അല്ലേ? പശുക്കുട്ടികളെയും കോപക്കുട്ടികളെയും ഒളിച്ചു വെച്ചു ബ്രഹ്മാവ്. ഒരു കൃഷ്ണൻ പാതി കൊണ്ട ചോറുരുളയും പിടിച്ചുകൊണ്ട് കോപക്കുട്ടികളെയും പശുക്കുട്ടികളെയും കാണാതെ സങ്കടപ്പെട്ടുകൊണ്ട് അവരുടെ പേരും വിളിച്ച് കാട്ടിൽ അലഞ്ഞു തിരിയണ കണ്ടുകൊണ്ട് ബ്രഹ്മാവ് ഇവരെ മറച്ചു വെച്ച് ഒളിഞ്ഞു പോയി അല്ലേ? തിരിച്ച് ബ്രഹ്മാവ് വരുമ്പോഴോ എത്രയും പശുക്കുട്ടികളും കോപക്കുട്ടികളുടെ അവിടെ കൊമ്പും കുഴലും മുറിയും എല്ലാം ആയി ആ കൃഷ്ണൻ മാറി. കൃഷ്ണൻ ഒരു ഭാഗത്ത് ഇവരുടെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കണു അല്ലേ? ബ്രഹ്മാവിന് വിശ്വസിക്കാനായില്ല. താമറച്ചു വെച്ചവരവിടെയുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴോ എല്ലാം വൈകുണ്ഠമൂർത്തികളായി മാറി. ഞാൻ ഒരു ബ്രഹ്മാവ് എന്ന് വിചാരിച്ചു, അനന്തകോടി ബ്രഹ്മാണ്ട നായകനെയും ആ ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ സൃഷ്ടിച്ച ബ്രഹ്മാക്കൾ ആ ഭഗവാനൊന്ന് സേവിക്കണേയും കണ്ട് ബ്രഹ്മാവിനാകെ ആശയക്കുഴപ്പമുണ്ടായി. അവസാനമോ ഇതൊന്നുമില്ല, ആ പഴയ ഒരു ഉണ്ണികൃഷ്ണൻ മാത്രമായി കാണിച്ചു കൊടുത്തു അല്ലേ? ഈ കഥയെ നിങ്ങൾ വിചാരം ചെയ്താലും ഈ കൃഷ്ണനെ വിട്ടിട്ട് ഈ ലോകത്തിൽ രണ്ടാമതൊരു വസ്തുവില്ല. ആ കൃഷ്ണൻ തന്നെയാണ് ഇതെല്ലാമായിരിക്കണമെന്ന് കഥാരൂപത്തിൽ ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റില്ലേ? അല്ലേ? അവസാനം ഈ ദ്വാദശത്തിൽ ആശ്രയം പറയുമ്പോൾ തന്നെ പറയാം അല്ലേ? പ്രളയത്തിൽ മാർക്കണ്ഡേയൻ വെള്ളത്തിൽ മുങ്ങി. അവസാനം ഒരു ഉണ്ണിയെ കണ്ടു അല്ലേൽ. ആ ഉണ്ണിയെ നീതി പിടിക്കാൻ പോയപ്പോൾ ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ ചെന്നപ്പോൾ മുങ്ങിയ ലോകം മുഴുവനും ആ ഹിമാലയപർവ്വതം എല്ലാവരും താനും തൻ്റെ ഉള്ളിലുള്ള അശ്രമ അന്തേവാസികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കണ്ടു അല്ലേ? പുറത്തു വന്നപ്പോൾ ഇതൊന്നുമില്ല. എത്ര തരത്തിലാണ് ഇവിടെ പലതില്ല, സത്യം ഒന്നാണ്. ആ ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ട ആ അളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ. ഞാനും നിങ്ങളൊന്ന് അനുഭവിക്കുന്ന ദുഃഖവും ഭയവും ടെൻഷനും വെറിയും എല്ലാം എന്തുകൊണ്ടാണ്? ഇവിടെ പലതായിരിക്കുന്നത് ആ ഏകനായ പരമ്പൊരുൾ ഏകനാണ് എന്ന സത്യം നാം മറന്നതാണ് എന്നർത്ഥം. ആ സത്യം തിരിച്ചറിയാതെ ഒരു ജീവനും മോചനമില്ല. എല്ലാത്തിലൂടെയും പറയേണ്ടതാ. പണ്ടേ കണക്ക വരുവാ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഇനി നമ്മുടെ ഭജനവും കീർത്തനവും സ്തോത്രവും സകല കർമ്മങ്ങളും ആ മനസാ വാച കർമ്മണം ചെയ്യുന്നതൊക്കെ ഭഗവാന് വേണ്ടി ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പണ്ട് എങ്ങനെയാണോ ഉണ്ടായത് ആ ഒന്ന് തന്നെയാണ് ഇപ്പോഴും പലതായിരിക്കുന്നത്. ഇതാ വൺ ഇൻ മെനി അല്ലേ? അത് ഭഗവാൻ കാണിച്ചു തന്നു. അതെ, ഈ ഡൈവേഴ്സിറ്റിയുടെ പുറകിലുള്ള ആ യൂണിറ്റിയെ, ഏകത്വത്തെ തിരിച്ചറിയണം നമ്മളെന്നർത്ഥം. കണ്ണുകൊണ്ട് കണ്ടാൽ നാനാത്വമുണ്ട്. പക്ഷേ ആ അറിവിൻ്റെ ദൃഷ്ടിക്കൂടെ നോക്കുമ്പോഴോ ഈ നാനാത്വത്തിൻ്റെ പുറകിൽ ഏകമായ പരമ്പൊരുളാണത്. അവിടുത്തെ ആ
ആവിഷ്കാരമാണത്, അവിടുത്തെ മഹാത്മ്യമാണ്. യഥാവാൻ അസ്യ മഹിമ എന്നാണ് വേദം പറയണത്. ഈ കാണുന്നത് അത്രയും അവിടുത്തെ മഹിമയാണ്, അവിടെ നിന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവിടുത്തെ കേവലം ഗ്ലോറി മാത്രമാണെന്നർത്ഥം. അന്തർബഹിശ്ചഭൂതാനാം വ്യാപ്യ നാരായണസ്ഥിത. ആ നാരായണൻ എല്ലാ ചരാചരങ്ങളുടെ അകത്തും പുറത്തും എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ടും തീർന്നുണ്ടോ? ഇല്ല. പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. അവിടുത്തെ ഒരു കാൽഭാഗമാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചമായിട്ട് ആവിഷ്കൃതമായിട്ടുള്ളൂ. 3 ഭാഗം ഇതിനതീതമായിട്ട് യാതൊരു മാറ്റവുമില്ലാതെ നാശരഹിതമായി കുടികൊള്ളുന്നു. ഇതൊക്കെ എല്ലായിടത്തും പറയണു. വിശ്വം വിഷ്ണു ഇത്രയൊക്കെ എന്തിനാ പോണേ? സഹസ്രനാമം ദിവസം നമ്മൾ വായിക്കേണ്ട, 1000 നാമം പോലെ 1ാമത്തെ നാമം പോരെ. ഓം വിശ്വസ്മൈ നമഃ. ആരാണ് വിഷ്ണു? വിശ്വം വിഷ്ണു. ഈ വിശ്വമാണ് വിഷ്ണു. വിഷ്ണുവാണ് ഈ വിശ്വമായിട്ടിരിക്കുന്നത്. ഈ വിശ്വത്തിൽ വിഷ്ണുവിനെ തിരിച്ചറിയൂ. ഇതാണ് താല്പര്യം. അപ്പം ഏത് സാഹിത്യം എടുത്തു നോക്കിയാലും ഏത് ഭാഷയിലെടുത്ത് നോക്കിയാലും പറയണെന്താണ്? ഇവിടെ നേഹ നാനാസ്തി കിഞ്ചന. ഇവിടെ പലതില്ല, പലതുണ്ടായിട്ടില്ല, ഉള്ളത് ഒന്നാണ്. ആ ഒന്നിനെയാണ് പലതായി കാണുന്നത്. നമ്മൾ മറന്നു പോകും. ആ ഒന്നിനെ കാണൂ, തിരിച്ചറിയൂ. ആ ഒന്നിനെ തിരിച്ചറിയാൻ എവിടെയെങ്കിലും പോകണോ? വേണ്ട. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. ഈ മാറുന്ന ദൃശ്യ പ്രപഞ്ചത്തിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ അന്തർമുഖമാക്കി ദൃക്സ്വരൂപനായി നമ്മിൽ കുടികൊള്ളുന്ന ആ കൃഷ്ണനിൽ, ആ ഹരിയിൽ, ആ നാരായണനിൽ, ആ സർവേശ്വര പാദങ്ങളിൽ മനസ്സ് ലയിക്കണം. ഈ നാനാത്വം ശരിക്കുമുണ്ടോ? ഭയം ദ്വിതീയാഭിനിവേശതസ്യാൽ ഈശാദവേദസ്യ വിപര്യയോ സ്മൃതി. പറയാണ് കവി എന്ന് പറഞ്ഞ യോഗീശ്വരൻ. വാസ്തവത്തിൽ ഈശ്വര വിമുഖനായ ഒരാൾക്ക്, സത്യത്തെ മറന്ന ഒരാൾക്കാണ് ഈ കാണപ്പെടുന്ന നാനാത്വം സത്യമെന്നുള്ള വിചാരമുണ്ടാവുക അത്രയെന്നർത്ഥം. അത് വാസ്തവത്തിൽ സത്യമാണോ? അല്ല. സ്വപ്ന മനോരഥവും യഥാ എന്ന ഉദാഹരണം പറഞ്ഞത്. നാം സ്വപ്നം കാണാറില്ലേ? മനോരാജ്യം കാണാറില്ലേ? ഉണർന്നിരിക്കുന്ന സ്വപ്നമാണ് മനോരാജ്യം. മനോരാജ്യത്തിന് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? മനോരാജ്യത്തിന് ദുഃഖിക്കല്ലേ? അവനവൻ്റെ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ? അതിൽ നിങ്ങൾക്ക് 1 കോടി ലോട്ടറി അടിച്ചുകൂടായിരുന്നോ? അടിക്കണില്ലല്ലോ. അവിടെ ദുഃഖമുണ്ട് അല്ലേ? സ്വപ്നം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ലേ? ആ സ്വപ്നത്തിൽ നമുക്ക് പരാജയവും ദുഃഖവും കഷ്ടപ്പാടും ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ സ്വപ്നവും മനോരാജ്യവും കാണുമ്പോൾ നമ്മളിൽ നിന്ന് അന്യമായ ഒരു ലോകമുണ്ട്, ആളുകളുണ്ട്, നമുക്ക് പ്രിയം ചെയ്യുന്നവരുണ്ട്, അപ്രിയം ചെയ്യുന്നവരുണ്ട്, ഇവരുമായി ഇടപെടലുണ്ട്, ലാഭനഷ്ടങ്ങളുണ്ട്, ജയപരാജയങ്ങളുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, എല്ലാം ഉണ്ടല്ലേ? വാസ്തവത്തിൽ ഇത് പരമാർത്ഥമോ? സ്വപ്നത്തിൽ കണ്ടതും മനോരാജ്യത്തിൽ കണ്ടതും സത്യമാണോ? അല്ലെന്നറിയുന്നു അവിടെ നിന്ന് ഉണരുമ്പോൾ അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഈ ഇല്ലാത്തതായ നാനാത്വത്തെ സ്വപ്നത്തിലും മനോരാജ്യത്തിലും ഉണ്ടാക്കിയിട്ട് നമ്മളെ അത് സത്യമെന്ന് വിശ്വസിപ്പിച്ച് അതിൽ ഭ്രമിപ്പിച്ച് നമ്മുടെ സമാധാനവും ശാന്തിയും നഷ്ടപ്പെടുത്തുന്നത് വേറെ ആരെങ്കിലും ആണോ? അതോ നമ്മുടെ തന്നെ മനസ്സാണോ? നമ്മുടെ തന്നെ മനസ്സല്ലേ? തൽക്കർമ്മ സങ്കല്പ വികൽപ്പകം മനഃ ബുധോ നിരുന്ധ്യാത് അഭയം തദസ്യാതെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അഭയം ഭഗവാന്റെ ഒരു പര്യായമാണ്. എന്താവും? ഈ മനോരാജ്യത്തിലും സ്വപ്നത്തിലും എങ്ങനെയാണോ സ്വന്തം മനസ്സ് തന്നെ പലതിനെയും സൃഷ്ടിച്ചത്, സത്യമെന്ന് ബോധിപ്പിച്ചത്, എന്നിട്ട് അതിൽ കുടുക്കി നമ്മളെ സന്തോഷ സന്താപങ്ങൾ അനുഭവിപ്പിച്ചത്, ഇതുപോലെയാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സാണ് ഇതെല്ലാം സൃഷ്ടിച്ച് ഇതെല്ലാം സത്യമെന്ന് വിശ്വസിപ്പിച്ച് എൻ്റേത് നിൻ്റേത് ശത്രു മിത്രം മുതലായ ഭേദങ്ങളെ ഉണ്ടാക്കി ഇഷ്ടാനിഷ്ടങ്ങളെ സൃഷ്ടിച്ച് അതിലൊക്കെ കുടുക്കി കുരുക്കി നമ്മുടെ ശാന്തിയും സമാധാനവും കളയണത്. ആ മനസ്സിനെ ഒന്ന് അടക്കി നോക്കൂ. രമണ മഹർഷി പറഞ്ഞില്ലേ, എവിടെയാണ് ചിന്ത ഉയരണത്? എന്താണ് മനസ്സ്? മനസന്തു കിം മനസ്സേ കൃതേ. മനസ്സെന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സില്ലാണ്ടാവും അത്രേ. വൃത്തയോ മനാന, ചിന്തകളാണ് മനസ്സ്. ഈ ചിന്തകളുടെ ഉറവിടം അന്വേഷിച്ച് പോയാൽ ചിന്ത ഇല്ലാണ്ടായി. മെഡിറ്റേഷൻ്റെ രഹസ്യം പറഞ്ഞു നേരത്തെ ഗുരുമൂർത്തി പറഞ്ഞില്ലേ? എന്താ ധ്യാനം? ചിന്തകൾ എവിടെ പൊന്തുന്നോ അവിടെ നോക്കിയിരിക്കുക, അവിടെ അടക്കുക. ഇതിൻ്റെ പേരാണ് മനോനാശം എന്ന്. അതുകൊണ്ട് പറഞ്ഞു പലതിനെയും ആലോചിക്കണം സങ്കല്പിക്കണമൊക്കെ ചിന്ത തന്നെ. ആ സങ്കല്പാത്മകമായ മനസ്സിനെ അതിൻ്റെ ഉറവിടത്തിൽ അടക്കുക. അഭയം തദസ്യാൽ, അവിടെ അഭയമായി, അവിടെ ഭഗവത് ദർശനമായി, അവിടെ പരമാത്മപ്രാപ്തിയായി, അവിടെ സംസാര ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചനമായി. അപ്പോൾ പലത് വാസ്തവത്തിൽ സത്യമെണെന്ന് തോന്നിപ്പിക്കുന്നത് മനസ്സാണെന്നും ആ മനസ്സടക്കാത്തോടത്തോളം കാലം ഇതെല്ലാം സത്യമെന്ന് വിചാരിച്ച് നമുക്കതിൽ ഭ്രമമുണ്ടാകുന്നും. അതുകൊണ്ട് മനസ്സിനെ അതിൻ്റെ ഉറവിടത്തിൽ അടക്കണം.
എന്നും സൂചിപ്പിച്ചു. അതിനുള്ള മാർഗം എളുപ്പടങ്ങുമോ? അതിനുള്ള മാർഗമാണ് കായേന വാച മനസേന്ദ്രിയർവ മനസാ വാച കർമ്മണ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നാരായണാർപ്പണമായി ചെയ്യാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഭഗവത് ഭക്തി ഉണ്ടാകാൻ വേണ്ടി ഭഗവാന്റെ ഗുണഗണങ്ങൾ, ഭഗവാന്റെ ലീലകൾ, ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാണി കർമാണി ജയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേത സംഘഃ. ഭഗവാന്റെ അമൃത സമാനമായ ദിവ്യലീലകളെയും കഥാമൃതത്തെയും ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് ഒഴുകി വരുന്നതിനെ നിരന്തരം കേൾക്കുക, കീർത്തിക്കുക, സ്മരിക്കുക, ചിന്തിക്കുക, അവിടത്തേക്ക് വേണ്ടി ജീവിക്കുക, കർമ്മങ്ങൾ അവിടുത്തെ പൂജയായി ചെയ്യുക, പുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കുക, നമസ്കാരാദികൾ ചെയ്യുക, ഭഗവാനെയും ഭഗവത് ഭക്തന്മാരെയും. ഇങ്ങനെ ഇതൊരു വ്രതമായി നമ്മൾ സ്വീകരിച്ചാൽ എന്താവും? അതിൻ്റെ ഫലമായിട്ട് ഭക്തി ഉണ്ടാവും. ജാത അനുരാഗ, ഭഗവാനോട് അനുരാഗം ഉണ്ടാവും, പ്രേമം ഉണ്ടാവും എന്നർത്ഥം. ആ പ്രേമഭക്തി നമുക്ക് ആവശ്യമാണ്. ആ പ്രേമം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ, അല്ലേ? ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മാം അനുസ്മരയുദ്ധജ എന്ന് ഭഗവാൻ അടിക്കടിക്ക് ഓർമ്മിപ്പിക്കേണ്ട ഗീതയിൽ. എന്നെ സ്മരിച്ചുകൊണ്ട് നീ കർമ്മം ചെയ്യൂ. ഭഗവാനാണ് നമുക്ക് ചെയ്യാനുള്ള എല്ലാ ശക്തി തരുന്നത്, സാമർഥ്യം തരുന്നത്, കഴിവ് തരുന്നത്. ആ ഭഗവത് കൃപ കൂടാതെ നമ്മുടെ പുറത്തുപോയ ശ്വാസം അകത്ത് പോലും ഇല്ല. അടച്ച കണ്ണ് തുറക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. എന്താ നമുക്ക് സാധിക്കുക? ചോറ് വായിൽ വെച്ചാൽ അത് അവിടെ ഇരിക്കും. പല്ല് കൂടിച്ചേരണമെങ്കിലും നാവ് കൂടിച്ചേരണമെങ്കിലും ഉമിനീരുണ്ടാവണമെങ്കിലും അത് അരയ്ക്കണമെങ്കിലും കീഴ്പൊട്ട ഇറങ്ങണമെങ്കിലും ദേഹം നടക്കണം, എല്ലാം ആ ഭഗവത് സാന്നിധ്യം ഉണ്ടാവണ്ടേ? വേണം. അപ്പോൾ ഭക്തി സാധനകൾ അനുഷ്ഠിക്കണം. ഇങ്ങനെ ആ ഭക്തി കൊണ്ട് ഹൃദയം ശുദ്ധമാകണം. കർമ്മം കൊണ്ട് കർമ്മവാസനകൾ ക്ഷയിച്ച് മനസ്സ് നിർമ്മലമായി തീരണം. അങ്ങനെ ശുദ്ധവും നിർമ്മലവുമായ മനസ്സ് മാത്രമേ ആ മനസ്സാക്ഷിയായ ഭഗവാനിൽ നിന്നാണ് ഓരോ ചിന്ത ഉണ്ടാവണമല്ലോ, അതിലടങ്ങുകയുള്ളൂ എന്നർത്ഥം. അതോടൊപ്പം എന്തു ചെയ്യണം? ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിലുള്ള ഓരോരുത്തരും ഭഗവാൻ തന്നെ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളാണ്, വിശുദ്ധ ക്ഷേത്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും പ്രണമേതനന്യ ഖം വായുമഗ്നിം സലിലം മഹീഞ്ച. പഞ്ചഭൂതങ്ങളാൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ ലോകത്തിലെല്ലാം. സരിത്തുകൾ, പുഴകൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ എന്ന് വേണ്ട യത് കിഞ്ചഭൂതം, ഇവിടെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ എല്ലൊക്കെ നമ്മൾ കാണുന്നുണ്ടോ, അതൊക്കെ ഹരേഹ ശരീരം, സാക്ഷാൽ ശ്രീഹരി അതിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് അതൊക്കെ നിലനിൽക്കുന്നത്, ഉള്ളതായിരിക്കുന്നത്. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിന് ഉണ്മയുണ്ടാകണമെങ്കിൽ ആരാ അതിന് ഉണ്മ കൊടുക്കുന്നത്? അത് ഭഗവാനാണെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രണമേത്, അവരൊക്കെ നമസ്കരിക്കൂ. അനന്യഹ, അവരൊന്നും അന്യരല്ല, അവരൊക്കെ ഭഗവത് സ്വരൂപികൾ തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ട് എല്ലാവരെയും വീണ് നമസ്കരിക്കൂ. ഏകാദശത്തിൽ ഉദ്ധവനോട് പറയുമ്പോൾ നമുക്ക് കാണാം, ആശ്വചാണ്ടാള ഘോഖരം പ്രണമേൽ ദണ്ഡവത് ഭൂമൗ എന്നാണ് പറഞ്ഞല്ലേ. കഴുതയെ കണ്ടാലും നായയെ കണ്ടാലും പശുവിനെ കണ്ടാലും ബ്രാഹ്മണനെ കണ്ടാലും അതുപോലെ പട്ടിയെ തിന്നേണ്ട ചണ്ടാളനെ കണ്ടാലും ദണ്ഡം പോലെ വീണ് നമസ്കരിക്കണമെന്ന് നോക്കൂ. അച്യുതൻ്റെ നാശരഹിതനായ ഭഗവാനെ നിരന്തരം ഭജിക്കലാണ് നശിക്കുന്നതായ ഈ ദേഹത്തെ ഞാനെന്ന് വിശ്വസിച്ചതുകൊണ്ട് വന്നു ചേർന്ന എല്ലാ സംസാര ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിനുള്ള ഉപാസനയായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഉപായമായിട്ടാണ് കുറച്ചു കാലം മരുന്ന് സേവിക്കണം. അതുപോലെ ഈ മരുന്ന് സേവ സകല കർമ്മങ്ങളും യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ എന്ന ഭാവത്തിൽ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ആശയം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാത്ത അതിനുള്ള സമയം നമുക്ക് കാണുള്ളൂ ഇവിടെ, അല്ലേ? നമ്മൾ ഈ ശ്ലോകം അറിയാത്തവരാണോ? എന്ത് കഴിയുമ്പോഴും നമ്മൾ പറയണ്ടോ കയനവാച മനസേന്ദ്രിയ വാന്ന് വെട്ടിയരച്ച് വീഴുന്നുണ്ട്, അല്ലേ? ശരിയോ? 2-3 ചോദ്യങ്ങൾ പ്രായോഗിക ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. എന്താണ്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തിനാണ് ഈ നാരായണന് വേണ്ടിയോ ഈശ്വരന് വേണ്ടി ചെയ്യണത്? ആരാണ് ഈ നാരായണൻ? ആരാണ് ഈശ്വരൻ? ആരാണ് ഭഗവാൻ? ഇതൊക്കെ ഈ നവയോഗികളുടെ സംവാദത്തിൽ നിമി ചോദിച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ കുട്ടിക്കാലം മുതലേ സത്സംഗം ചെയ്യുന്ന അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് നാരായണൻ പരമാത്മാ ബ്രഹ്മം ഭഗവാൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നാരായണാഭിധാനസ്യ ബ്രഹ്മണ പരമാത്മനഃ നിഷ്ഠാം വർഹതുനോ. ആ സത്യം അറിയുന്നവരാണ് നിങ്ങൾ. യുയം ഹി ബ്രഹ്മവിത്തമാ, നിങ്ങൾ ബ്രഹ്മജ്ഞാനികളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തതൊന്നുമില്ല. ഇങ്ങനെ പല പല പേരുകൾ ഞാൻ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നുണ്ട്. നായയ്ക്കൊരു പൊതിക്കാത്ത തേങ്ങ കൊടുത്താൽ അത് ഉരുട്ടി കളിക്കണ മാതിരി ഞാനും ഒരു ഉരുട്ടി കളിച്ചുകൊണ്ട് കിടക്കുക.
എന്താ ഇതിൻ്റെ ഉദ്ദേശം, താല്പര്യം? ആരാണ് നാരായണൻ? ആരാണ് ഈ പരമാത്മാ? ആരാണ് ഈ പരബ്രഹ്മം? ആരാണ് ഈ സച്ചിദാനന്ദം? ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അവർ പറഞ്ഞു സ്ഥിത്യുത്ഭവ പ്രളയഹേതു അഹേതുരസ്യ. ഈ കാണുന്ന ലോകം നീ കാണുന്നില്ലേ? ഈ ലോകത്തിൽ നീ ജീവിക്കുന്നില്ലേ? ഉണ്ട്. നീയാണോ ഈ ലോകം ഉണ്ടാക്കിയത്? ഈ വിളക്ക് കണ്ട ഈ വിളക്കുണ്ടാക്കിയ ആളാരെന്ന് ചിന്തിക്കില്ലേ? ഒരു ഹൗസ് വാമിംഗ് ആയ ഇതിൻ്റെ ആർക്കിടെക്റ്റ് ആരാന്ന് നമ്മൾ നോക്കില്ലേ? ഒരു ഗാർഡൻ കണ്ട ഗാർഡനറെ നമ്മൾ ചിന്തിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ അതിമനോഹരമായ സംവിധാനത്തോടുകൂടി മനുഷ്യൻ എത്രയൊക്കെ കേടുവരുത്താൻ ശ്രമിച്ചാലും കേടുവരാതെ എല്ലാം ക്രമബദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ആര് ചമച്ചു? ഒരു ക്രിയേഷൻ ഉണ്ടെങ്കിൽ ഒരു ക്രിയേറ്റർ ഉണ്ടാവാണ്ടിരിക്കുമോ? ആരാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്? ആ സൃഷ്ടിക്കപ്പെട്ട ജഗത്തിലല്ലേ ഞാനും നിങ്ങളും വന്ന് ജനിച്ച് മരിച്ചു പോണത്? സ്ഥിത്യുത്ഭവ പ്രളയഹേതു, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരണമാണ്. അപ്പോൾ ആ നാരായണൻ ഈശ്വരൻ ഏതെങ്കിലും വേറെ ഏതൊന്നും എന്ന് ഉണ്ടായി എന്ന് ചോദ്യമില്ല. എന്താ കാരണം? ഉണ്ടായ ഈശ്വരൻ കാര്യമായിപ്പോയി അല്ലേ? അഹേതുരസ്യ. ഭഗവാനെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയാറുണ്ട് സ്വയംഭൂന. ചന്ദ്രൻ പ്രതീക്ഷിച്ചു എന്ന് വെച്ചാൽ ചന്ദ്ര ചൈതന്യം കൊടുത്തു പറയും. സ്വയംഭൂന് ആരും ചൈതന്യം കൊടുത്തതല്ല, ആണോ? നമ്മുടെ ദൈവസങ്കല്പം സ്വയംഭൂ ആരും സൃഷ്ടിച്ചതല്ല. ആ ഭഗവാൻ എന്നും നിലനിൽക്കുന്ന സ്വതന്ത്ര സത്ത, അതിൽ നിന്ന് ഈ ജഗത്തുണ്ടാകുന്നു. പ്രപഞ്ചത്തിൻ്റെ പരമകാരനാണ്, സ്വയം കാരണരഹിതനാണ്. വെച്ചാൽ ഭഗവാൻ ഒന്നിൽ നിന്നുണ്ടായതല്ല എന്നർത്ഥം. അതാണ് ശരി, നാരായണൻ്റെ ഒരർത്ഥമാണ്. പിന്നെയോ യൽ സ്വപ്നജാഗര സുഷുപ്തിഷു സത് ബഹിശ്ച. എല്ലാവർക്കും വിചാരണ്ട ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരൻ എന്ന് പറയുമ്പോൾ എവിടെയോ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ മേഘങ്ങളുടെ ഏതോ സ്വർഗത്തിലോ പോയിരിക്കുകയെന്നാണ്. അതുകൊണ്ടാണ് പൊതുവെ ദൈവമേ എന്ന് പറയുന്ന ആകാരം മുകളിലേക്ക് കൈ നീട്ടുക, ഉയർത്തുന്നത് അല്ലേ? നമ്മുടെ ശാസ്ത്രപ്രകാരം അങ്ങനെയല്ല. കാരണം കാര്യം തമ്മിലുള്ള ബന്ധം എന്താ? കാര്യം എന്ന് പറയുന്നത് കാരണം തന്നെ വിവിധ രൂപനാമങ്ങളോടുകൂടി നിൽക്കുന്നതാണ്. കാരണം കാര്യത്തിൽ മുഴുവൻ അനുസൂതമായി ഓതപ്രോതമായി നിൽക്കുന്നുണ്ട്. അതാണ് അന്വവ്യതിരേക യുക്തിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പോണില്ല, മനസ്സിലായില്ലേ? സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണത്തിൽ എവിടെയാണ് സ്വർണ്ണം ഇല്ലാത്തത്? ആഭരണം കാര്യവും സ്വർണ്ണം അതിൻ്റെ കാരണമാണ് അല്ലേ? വസ്ത്രം നൂലുകൊണ്ടുണ്ടാക്കിയതാ, ആ വസ്ത്രത്തിൽ എവിടെയാണ് നൂലില്ലാത്തത്? ഉണ്ടോ? ഓതപ്രോത രൂപയാണ് നൂല് നിൽക്കണല്ലേ വസ്ത്രം എന്ന് പറയണത്. ഈ വിളക്ക് ഓടുകൊണ്ടുണ്ടാക്കിയതാ, ഈ വിളക്കിൽ എവിടെയാണ് ഓടില്ലാത്തത്? അകത്തും പുറത്തും മുമ്പിലും മുമ്പിലും ഇടത്തും വലത്തും ഒക്കെ ഓട് തന്നെയല്ലേ? അതെ, ഇതുമാതിരി ഈ പ്രപഞ്ചം ഭഗവാൻ നിന്നുണ്ടായതാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയാണ് ഭഗവാൻ ഉണ്ടാവാണ്ടിരിക്കുക? ഭഗവാൻ ഇല്ലാത്ത ഒരിടണ്ടാകാൻ പറ്റുമോ? ഇല്ല. എവിടെയുണ്ട്? എല്ലാത്തിനും ഉണ്ട്. എങ്ങനെയെന്ന് അറിയാൻ കഴിയും? യത് സ്വപ്ന ജാഗര സുഷുപ്തമവൈതി. നിങ്ങളുടെ ഓരോ അനുഭവത്തിലും ഉണ്ട് ഭഗവാൻ എന്ന്. നമ്മുടെ ഓരോ അനുഭവത്തിലും ഏതോ ഒരു അനുഭവം സാധ്യമാകണേ എന്ത് വേണം? നമ്മുടെ അനുഭവങ്ങൾ മൊത്തത്തിൽ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഉണർന്നിരിക്കുന്ന ഉണർന്നിരുന്നു കൊണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ലോകത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥ. രണ്ടാമത് ഉറങ്ങുന്ന സമയത്ത് മനസ്സ് തന്നെ ലോകം ഉണ്ടാക്കണം, സ്വപ്നം, അനുരാജ്യ സ്വപ്നം. മറ്റേതോ സ്വപ്നവും ജാഗ്രതയും ഇല്ലാത്ത ഗാഠനിദ്ര. ഈ മൂന്നല്ലാതെ ഏതെങ്കിലും ഒരു അനുഭവം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, ഉറങ്ങുക, ഈ മൂന്ന് അനുഭവങ്ങളിൽ എല്ലാ അനുഭവം പെട്ടു. ഉണർന്നിരിക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളും അനുഭവങ്ങളും ഉണ്ടാവേണ്ടത് എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ട് അല്ലേ? ഈ അനുഭവങ്ങളെയൊക്കെ ആരാണടാ നിനക്ക് പ്രകാശിപ്പിച്ചു തന്നത്? നിനക്ക് അറിയണില്ലേ? ഇതൊക്കെ ബോധിക്കുന്നില്ലേ? ആർ യു നോട്ട് കോൺഷ്യസ് ഓഫ് യുവർ എക്സ്പീരിയൻസസ്, യുവർ തോട്ട്സ്, യുവർ ഫീലിങ്സ്, യുവർ ഇമോഷൻസ്, യുവർ കോൺസെപ്റ്റ്സ്? എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് ഇതിനൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് ബോധസ്വരൂപനായി ചൈതന്യസ്വരൂപനായി നമ്മുടെ ഓരോരുത്തരുടെ അനുഭവത്തിലും ഇല്ലേ? ജാഗ്രത അവസ്ഥയിൽ മാത്രമാണോ? ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നാനുഭവങ്ങളെ ആരാ പ്രകാശിപ്പിച്ചത്? ഇവിടെ ഈ ലൈറ്റുകൾ ഇങ്ങനെ ഇട്ടുണ്ടല്ലേ? പകൽ സമയത്ത് ഇവിടെ പല പ്രഭാഷണങ്ങളും പാരായണങ്ങളും നടക്കും, ഇതിനൊക്കെ പ്രകാശിപ്പിക്കും. രാത്രിയിൽ പല കലാപരിപാടികളാണ് അലങ്ങേറുന്നത്, അതിനെ പ്രകാശിപ്പിക്കും. അത് എല്ലാവരും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിലോ ശൂന്യമായ സ്റ്റേജിനെയും പ്രകാശിപ്പിക്കും ഇല്ലേ? ഇതുമാതിരിയാണ് നമ്മുടെ ഉള്ളിൽ കിടാവിളക്കായിട്ട് ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും, ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാത വിളക്ക്, അതുദിക്കയും പിൻപൊലികയുമില്ല, അതു കണ്ടുപോയിടേണമെന്ന് ഉണർന്ന മഹാന്മാർ പാടിയത്. എന്ത്? ഒരു കെടാവിളക്കിൻ്റെ തത്വം ഇതാ. കെടാവിളക്ക് കത്തിക്കണത് ഇതിന് വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ എണ്ണ തീർന്നത് മാത്രമേ ലാഭമുള്ളൂ. ഒരു കെടാവിളക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഉലകര്, ഞാനും നിങ്ങളും മാളോരൊക്കെ ഉലകരുണർന്നു. ഉണർന്നാൽ എന്താ വഴി? ഒരു ചിന്തയെ നമ്മൾ ഉണർത്തിയതല്ലേ? അവിടുന്ന് പിന്നെ തുടർച്ചയായിട്ട് ചിന്തകൾ ഇങ്ങനെ പൊന്തി വരിക. ഇതൊക്കെയും ഉറ്റുപാർത്ത് നിൽക്കും. പൊന്തി വരുന്ന ഓരോ വിചാരങ്ങളെയും ചിന്തകളെയും തോട്ട്സിനെയും ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ദാറ്റ് ലൂമിനിങ് കോൺഷ്യസ്നസ്,
അതിനൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉറ്റുപാർത്ത് നിൽക്കും വിലമതിയാതെ വിളക്ക്. അതുള്ളിലുണ്ടെങ്കിലേ ഈ ജീവിത നാടകം സാധ്യമുള്ളൂ. മനസ്സിലായോ? ചിന്തകൾ ഉദിക്കുന്നു അസ്തമിക്കുന്നു അല്ലേ? ദിവസങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കണു. പക്ഷേ ആ വിളക്ക്, വിലമതിയാതെ വിളക്ക്, അതാണ് നമ്മുടെ ജീവിതത്തിന് വിലയുണ്ടാക്കുന്നത്. അത് ഉദിക്കുന്നും അസ്തമിക്കുന്നുമില്ല, ഉദയാസ്തമനങ്ങളില്ലാതെ. ഈ ലൈറ്റ് പോലെ, നാടകത്തിൽ ദീപം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമ എന്ന് വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞു തന്നു അല്ലേ ആചാര്യൻ? കത്തിച്ചു വെച്ച പൊന്മണി വിളക്കെന്ന പോലെ. അതാണ് ഈ വർത്ത ലൈറ്റ് പോലെ ഒരു ലൈറ്റാന്ന് വിചാരിക്കരുത്. അതുള്ളിലുള്ളത് കൊണ്ടാണ് ജീവിതം സാധ്യമാകുന്നത്. യത് സ്വപ്നജാഗര സുഷുപ്തം അവൈരി നിത്യം. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന 3 അവസ്ഥകളും വന്നു പോയിക്കൊണ്ടിരിക്കണു, സ്ഥിരല്ല, മാറിക്കൊണ്ടേയിരിക്കണു. ഇത് മാറുന്നത് ആരുടെ മുമ്പിലാണ്? ഇത് വരും പോകും ചെയ്യുന്ന ആരുടെ മുമ്പിലാണ്? അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് സാക്ഷിയായിട്ട് സദാ ഹൃദയത്തിൽ വർത്തിക്കുന്നു. ഇനിയും ഒരു അഡ്രസ്സും കൂടി. ഇപ്പം അഡ്രസ്സ് പണ്ടേ കാലത്ത് സാധാരണ പോസ്റ്റൽ അഡ്രസ്സ്, ഇപ്പം ആർക്കും അത് വേണ്ട. ഇപ്പം മൊബൈലും ഓൺലൈനും ഒക്കെയാണ് അല്ലേ? ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരന്നരേന്ദ്ര. ഇതിലധികം ഏതെങ്കിലും ഒരു മതത്തിൽ നിങ്ങൾ പറയൂ, ഭൂമുഖത്തിലുള്ള ഏതെങ്കിലും ഒരു മതത്തിൽ സത്യത്തെ, ഈശ്വരനെ ഇത്രയും സുസ്പഷ്ടമായി സുവ്യക്തമായി പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഈശ്വരനാര്, നാരായണനാര്, പരമാത്മാവാര്, പരബ്രഹ്മമാര് ആരാണ്, ഈ ഈശ്വര ദൈവം എന്നതിന് മറുപടി പറഞ്ഞു കൊടുക്കുക ഇവിടെ ഈ യോഗീശ്വരന്മാർ. ദേഹ ഇന്ദ്രിയ അസു ഹൃദയാനി ചരന്തിയേന. ഈ ശരീരം, ദേഹം ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അസു പ്രാണൻ, ആനി എന്ന് പറഞ്ഞിട്ട് മുതലായതൊക്കെ, ഹാർട്ട്, ലങ്സ്, കിഡ്നി, പിന്നെ എന്തൊക്കെയുണ്ട് ഒരു ഡോക്ടറോട് വെച്ചാൽ വേറെ പലതും പറഞ്ഞു തരൂ അല്ലേ? വൻകുടല്, ചെറുകുടല്, പുളിഹ, എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അല്ലേ? ഇതൊക്കെ ചരന്തിയേന, ഇതൊക്കെ ഫങ്ഷൻ ചെയ്യണത്, ഇതൊക്കെ ജീവനോടെ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ അതാതിൻ്റെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളതാവുന്നത് ഏന ആരാൽ? ഹൂ ഈസ് എൻലിവനിങ് ഓൾ ദീസ്? ഇതിനൊക്കെ ജീവൻ കൊടുക്കുന്നത് ആരാ? ഇതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആരാ? ആരെ കൊണ്ടാണ് ഇതൊക്കെ ഇപ്പം പ്രവർത്തിക്കണത്? കിഡ്നി കേടുവന്നു, ഹാർട്ട് കേടുവന്നു, നമ്മൾ വേണ്ടാണ്ട് ചെയ്തിട്ട് കഴിച്ചിട്ട് കേടുവരുത്തി. പക്ഷേ ഇതുവരെ ഇതിനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്നതിനെക്കുറിച്ച് ആലോചിക്കണ്ടായോ? ഇല്ല. ആരില്ലെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കില്ല. ഏനാ സഞ്ജീവിതാനി, അതിനൊക്കെ ജീവൻ കൊടുക്കുന്നത് ആര്? ഇതിന് പ്രവർത്തിക്കാൻ ശക്തി കൊടുക്കുന്നത് ആര്? തദവേഹി പരന്നരേന്ദ്ര. അതിനെയാണ് മഹാരാജാവേ നാരായണെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പല പല വാക്കുകളിൽ പറയുന്നത്. അപ്പോൾ 3 തരത്തിൽ പറഞ്ഞില്ലേ? ആ ഈശ്വരനാണ് നാം നവല കർമ്മങ്ങളെ കൊണ്ട് ആരാധിക്കേണ്ടതെന്ന് ദൈവമെന്ന് മനസ്സിലായോ? നോക്കൂ. അപ്പോൾ എന്തിന് ഈശ്വരന് വേണ്ടി നമ്മൾ സമർപ്പിക്കണം? ആരാണ് ഈശ്വരൻ? ആരാണ് ഈ നാരായണൻ? നാരായണൻ ഉള്ളത് കൊണ്ടാണ് നീയുള്ളത്, ഞാനുള്ളത്. എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കണില്ലേ? നാവിന് സംസാരിക്കാനുള്ള, ഭാഷയ്ക്കാനുള്ള കഴിവാര് കൊടുത്തു? ധ്രുവൻ തിരിച്ചറിഞ്ഞൂലോ. യോ അന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധര സ്വധാമന. സ്വന്തം മഹിമ കൊണ്ട്, സ്വന്തം സാന്നിധ്യം കൊണ്ട്, കരണ്ടിൻ്റെ സാന്നിധ്യത്തിൽ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കും കണക്ക് കേവലം അവിടുത്തെ സാന്നിധ്യം മാത്രം കൊണ്ട് ഈ ശരീര മനോബുദ്ധിയാദികൾ സ്വയം ശവമായിരിക്കെ ഇന്ന് നമ്മളെ ആരെടുത്തുകൊണ്ട് പോയി അടുപ്പത്ത് വയ്ക്കണില്ലല്ലോ, ഉറുമ്പരിക്കണില്ലല്ലോ. ഇങ്ങനെ ഇത്രയും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ, ചിന്തിക്കാൻ ഒക്കെ കഴിവ് തന്നുകൊണ്ട് ആരാടാ നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്? അന്യാംശ ഹസ്തചരണ ശ്രവണത്വകാദീൻ. കണ്ണിന് കാണാൻ, കാതിന് കേൾക്കാൻ, മൂക്കിന് മണക്കാൻ, നാവിന് സംസാരിക്കാൻ, ബുദ്ധിക്ക് ചിന്തിക്കാൻ, ഇനർട്ട് ഗ്രേ മാറ്റർ കൊണ്ടുണ്ടാക്കിയ ഈ ഇനർട്ടായ ജഡമായിട്ടുള്ളതായ ഈ ബ്രെയിന് ഇൻ്റലിജൻസ് ആര് കൊടുത്തു എന്നാണ്. ഇതൊക്കെ ആരുടെ മനുഷ്യൻ കൊണ്ട് പ്രവർത്തിക്കണു? നമ്മൾ ആരെങ്കിലും ആലോചിക്കണ്ടോ? ജീവിക്കുമ്പോൾ ദൂരത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം മാത്രം മനസ്സിലാക്കിയാൽ മതി ഗുരുവായൂരപ്പൻ്റെ മഹിമ മനസ്സിലാവാൻ. നിശേഷ ആത്മാനം ഏനം ഗുരുവനപുരാധീശമേവാശ്രയാമെന്ന് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ. എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ആത്മാവായി ഗുരുവായൂരപ്പൻ ഇരിക്കുകൊണ്ടാണ് നമുക്കിത്ര പൊങ്ങച്ചം പറയാൻ കഴിയണമെന്ന്, നമുക്ക് എന്തെങ്കിലും മിടുക്കും പിടുക്കും സാമർഥ്യമുള്ളതെന്ന്. ഇല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് മനസ്സിലായോ? അപ്പം നമ്മളെ നമ്മളാക്കണാര്? നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ ജീവിതത്തിൽ നാം കടപ്പെട്ടിരിക്കുന്ന ആരോട്? നമ്മളില്ലെങ്കിൽ ഭഗവാനുണ്ട്. പക്ഷേ ഭഗവാനെ മാറ്റി നിർത്തി നമ്മളില്ലേ പിന്നെ ഉണ്ടോ? അപ്പോൾ ആ ഭഗവാന് സകല കർമ്മങ്ങളും ചെയ്യൂ.
അതാണ് ഭഗവാൻ പറഞ്ഞത്. ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കാൻ പറ്റുള്ളൂ എന്തും. നിമിത്തമാത്രം ഭവസവ്യസാചിൻ. വലത് കൈകൊണ്ടും വലത് കൈകൊണ്ടും ഒരുപോലെ പൊരുതാൻ കഴിയുന്ന ആളാണ് അർജുനൻ. നമ്മുടെ മിടുക്ക് ഓരോരുത്തർക്കും ഓരോ ഫീൽഡിലായിരിക്കും. പക്ഷെ ഇതൊക്കെ സാധ്യമാവുന്നത് ഞാൻ നിൻ്റെ ഉള്ളിൽ അനുഗ്രഹം ചെയ്തുകൊണ്ടുള്ളപ്പോഴാണ്. അതുകൊണ്ട് നീ എന്നെ മറന്നു പോയാൽ നീ അഹങ്കരിച്ച് അതപ്പതിക്കും. ഞാനാ അതൊക്കെ നടത്തണത്. മയായേവ നിഹത പൂർവമേവ. അർജുനൻ യുദ്ധം ചെയ്തില്ലെങ്കിലും യുദ്ധക്കളത്തുനിന്ന് പോയോണ്ടും ഭാരത യുദ്ധം നടക്കാണ്ടിരിക്കില്ല, ഭീഷ്മദ്രോണാദികൾ ചാവാണ്ടിരിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. കാരണം മയായേവ നിഹത പൂർവമേവ, ഞാൻ അവരെ കൊന്നു വെച്ച് കഴിഞ്ഞിരിക്കാം. ഞാൻ കൊന്നവരെ നീ അമ്പെയ്ത് മറച്ചിട്ടാൽ മതി, ക്രെഡിറ്റ് നീ കൊന്നു, നീ ജയിച്ചു എന്നാ വരിക അല്ലേ. ഭഗവാൻ ചെയ്തു വരില്ല അല്ലേ. അതുകൊണ്ടാണ് പറയണത് മാമനുസ്മര യുദ്ധജ. ഓരോ പ്രവൃത്തിയും ചെയ്യണം നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കണു, ഭഗവാന്റെ പ്രവൃത്തി ചെയ്യണു എന്ന് വിചാരിച്ചുകൊണ്ട്. ഇതാണ് ഒന്നാന്തര സാധന. കാരണം വ്യവഹാരവും കർമ്മവും ഉത്തരവാദിത്വം ഡ്യൂട്ടിയും ഒന്നുമില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ, ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊക്കെ എങ്ങനെ നിർവഹിക്കണം എന്നാണ് പറയണത്? ഭഗവത് സ്മരണയോടുകൂടി നാരായണാർപ്പണം ചെയ്തുകൊണ്ട്. ഇപ്പം നാരായണൻ ആരാന്ന് മനസ്സിലായില്ലേ? ആ നാരായണന് എന്തിനാ അർപ്പണം ചെയ്യണം? സിമ്പിൾ. ഇന്നെല്ലാവരും അമേരിക്കക്കാർക്ക് വേണ്ടി പണിയെടുക്കുക, IT മേഖലയിലെ കുട്ടികളൊക്കെ അല്ലേ. നമ്മുടെ പകല് അവർക്ക് രാത്രിയാണ്, അവരെ രാത്രി നമുക്ക് പകലും അല്ലേ. ഇന്ന് രാത്രിയാണ് അവർ ഉറക്കൊളിഞ്ഞ് പണിയെടുക്കുന്നത് അല്ലേ. അവർ നിങ്ങളെ ഇൻ്റർവ്യൂ നടത്തി നല്ലൊരു പാക്കേജും തന്നു. ആ കമ്പനി തരണ ശമ്പളത്തിന് കമ്പനിയുടെ സമയത്തിന് നിങ്ങൾ ഉണർന്നിരുന്ന് പണിയെടുക്കണോ വേണ്ടിയോ? നിങ്ങൾക്കൊരു കമ്പനി ജോലി ചെന്നാൽ ആ കമ്പനിയുടെ സമയവും സന്ദർഭം നോക്കി പണിയെടുക്കാൻ നിങ്ങളെ ഓരോരുത്തരും ബാധ്യസ്ഥരാ. ശരിയോ? ഒരു കമ്പനി നിങ്ങൾക്ക് ജോലി തന്നു, കമ്പനിക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. കമ്പനിക്ക് വേണ്ടി പണിയെടുക്കാനുള്ള ശരീരം തന്നു, മനസ്സ് തന്നു, ബുദ്ധി തന്നു, അതിന് ജീവൻ തന്നു അല്ലേ. ഇതൊക്കെ ഒരുക്കി തന്ന ആ ഭഗവാന് വേണ്ടിയപ്പോൾ നമ്മൾ പണിയെടുക്കണ്ട? ഇതൊക്കെ ഒരുക്കി തന്ന ആരാ? നമുക്ക് അമ്മാവൻ അങ്കിള് ദുബായിൽ നിന്ന് വന്നപ്പോൾ നമുക്കൊരു വാച്ച് കൊണ്ടുവന്നു. ആ വാച്ച് കൊണ്ടുവന്ന ആ അമ്മാവനോട് വാച്ച് കെട്ടിയിട്ട് എന്ത് താങ്ക് യു പറയും നമ്മളല്ലേ. എന്നാൽ വാച്ച് കെട്ടാൻ കൈ തന്ന ഭഗവാനോട് നമുക്ക് താങ്ക് യു പറയാൻ തോന്നാറുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാ ശരീരത്തിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തനത്തിൻ്റെ സ്ഥിതി. അതില്ലെങ്കിൽ നടക്കുമോ വലുതും? ഇതാണ് ഈശ്വരനോട് എങ്ങനെ നമ്മൾ താങ്ക് യു പറയും? യാതൊന്നു ചെയ്വത് നാരായണാർച്ചനകൾ. ഇതാണ് അതിനുള്ള വഴി. നമ്മുടെ ആ കൃതജ്ഞതയുടെ പ്രകാശനം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ആ സർവേശ്വര അർപ്പണമായി ചെയ്യുന്നതിലൂടെയാണ്. അതാണ് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേത് സമർപ്പയാമി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കമ്പനി നിങ്ങൾക്ക് ജോലി എന്നാൽ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കണം. ഈ പ്രപഞ്ച സംവിധായകനാണ്, ഈ പ്രപഞ്ചമാകുന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ഭഗവാൻ. ആ ഭഗവാൻ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഉപകരണം തന്നു, പ്രവർത്തിക്കാനുള്ള ഫീൽഡ് മണ്ഡലം തന്നു, പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും ശക്തിയും എല്ലാം തന്നു. അപ്പോൾ ആ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് സിമ്പിളായ യുക്തിയല്ലേ. രണ്ടാമത് നമുക്ക് വിസ്തരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ, ആകെ എത്ര സമയമുള്ളൂ നമുക്ക്. മൂന്നാമതൊരു പോയിന്റ് സ്വാഭാവികം നമുക്കുണ്ടാവും. ഈശ്വരന് വേണ്ടി എല്ലാം ചെയ്യൂ, ഒക്കെ ഭഗവാന് വേണ്ടി ചെയ്യുന്നു വയ്ക്കുമ്പോൾ ആരായി ഭഗവാൻ? ഞാനും ഭഗവാനും തമ്മിൽ എന്താ ബന്ധം? ഞാൻ ചെയ്യണമൊക്കെ എന്തിന് ഭഗവാന് വേണ്ടി ചെയ്യണു? മനസ്സിലായോ? അപ്പോൾ ഭഗവാൻ ആരാ? ഭഗവാൻ നമ്മൾ തമ്മിൽ എന്താ ബന്ധം? എന്താ? ഭഗവാനാണ് നമ്മളാക്കണത്, നമുക്ക് ഈ ശരീര മനോബുദ്ധികൾ തന്നത്, ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്, അന്തര്യാമിയായിരിക്കണത്, എല്ലാം തരുന്നത് അല്ലേ. അതുകൊണ്ട് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കണം. പിന്നെ ചോദിച്ചു, ഭഗവാൻ നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണ് ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റുക? നമ്മൾ പറയാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, അല്ലെങ്കിൽ പൂവിടാറുണ്ട്. അങ്ങനെ ആയാവോ? നമ്മുടെ പ്രവൃത്തി പ്രാക്ടിക്കലി പറയൂ, എങ്ങനെ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ കഴിയും? എന്താണ് അതിൻ്റെ ശരിയായ പ്രായോഗിക രീതി? ഇത് മനസ്സിലാക്കാതെ വെറും ഈ ശ്ലോകം ചൊല്ലൽ നിർത്തുകൊണ്ടാണ് നമ്മുടെ നാടിന് മാറ്റമില്ലാത്തത്. ഭാഗവത സത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇന്ന് കൊല്ലത്തിൽ 2, 3, 4 നടക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒന്നേ ഉണ്ടായുള്ളൂ. ഞങ്ങളെപ്പോലുള്ള അധിക പ്രസംഗികളെ എല്ലാവരും വിളിക്കണമുണ്ട്, ഞങ്ങളും അധിക പ്രസംഗം നടത്തി വരുന്നുണ്ട്. പക്ഷെ ആൾക്കാരിൽ മാറ്റം ഉണ്ടാവണില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഓരോരുത്തരെയും പ്രവൃത്തി ഭഗവത് ആരാധനമാണ് എന്നുള്ള ഈ ഭഗവാന്റെ ഉപദേശത്തെ നമ്മൾ കൈക്കൊണ്ടാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുക, എന്ത് മനോഭാവത്തോട് ചെയ്യുക? ഓരോ വ്യക്തിയും അവൻ്റെ കർമ്മമേഖല ഏതും ആവട്ടെ, അവിടെയൊക്കെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ ഇല്ലയോ? ഉത്തരവാദിത്തങ്ങളുണ്ടോ ഇല്ലയോ? സമൂഹ ജീവിയല്ലേ നമ്മൾ സമാജത്തിൽ ഏതെല്ലാം മണ്ഡലങ്ങളിൽ ബന്ധപ്പെടുന്നു? ഭാര്യയായിട്ടും ഭർത്താവായും പുത്രനായും പുത്രിയായും അച്ഛനായും അമ്മയായും ഉദ്യോഗസ്ഥനായും
മന്ത്രിയായും തന്ത്രിയായും പല തലത്തിൽ നമുക്ക് റോളുണ്ട് ഈ ലോകത്തിലില്ലേ? ഇവിടെയെല്ലാം നാം നിർവഹിക്കുന്ന പ്രവൃത്തി എത്ര ആത്മാർത്ഥതയോടെ എത്ര നന്നായി അത് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായി ചെയ്യുമ്പോഴാണ് ഭഗവത് അർപ്പണമാവുന്നത്. കാരണം ഇത് എൻ്റെ ഭഗവാന്റെ പണിയാണ്, ഇതാണ് എൻ്റെ ഭഗവാന്റെ പൂജ. അല്ലാണ്ട് പുഷ്പം ഇടൽ അർച്ചിക്കൽ മാത്രമല്ല, പുഷ്പം പ്രതീകാത്മകമാണ്. കർമ്മകുസുമങ്ങളെ കൊണ്ട് ഈ ജഗദീശ്വരനെ ആരാധിക്കണം നമുക്ക്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രവൃത്തിയിൽ എത്രത്തോളം ശുഷ്കാന്തി ഉണ്ടാവും, എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും, എത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ടാവും, എത്രത്തോളം അർപ്പണബോധം ഉണ്ടാവും. ആ പ്രവൃത്തി അപ്പോൾ ആർക്കാനും വേണ്ടി ഓക്കാനിക്കണം ആര് ചെയ്യൂ ആരെങ്കിലും. മനസ്സിലാവുണ്ടോ? തൂക്കണ പണിയായാലും ഏതൊരു പണി ചെയ്യണമെങ്കിലും, വിളക്ക് തുറക്കുന്ന പണിയാണായാലും, പൂജ ചെയ്യുന്ന പണിയായാലും, പ്രസംഗിക്കുന്ന പണിയായാലും, രാജ്യം ഭരിക്കുന്ന പണിയായാലും, ഏത് പ്രവൃത്തിയും അനവധാനതയോടെ, അത്രയധികം ശുഷ്കാന്തിയോടെ, അത്രയധികം ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അപ്പോഴാണ് ആ പ്രവൃത്തി ഭഗവത് അർപ്പണമാകുന്നുള്ളൂ. ശരിയോ? നാരായണാർപ്പണമാവുള്ളൂ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വങ്ങളെ തൻ്റെ അറിവും കഴിവും ഈശ്വരൻ തന്നത് ഉപയോഗിച്ച്, ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവാണ്, തൻ്റെ കഴിവിൻ്റെ അറിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഭഗവാൻ സന്തോഷിക്കണേ എന്നുള്ള സങ്കല്പത്തോടുകൂടി നമ്മൾ ചെയ്താൽ ഏത് മണ്ഡലത്തിലാണ് ലാഭമില്ലാതെ നഷ്ടം ഉണ്ടാവുക? കർമ്മമേഖലയിൽ വിജയം ഉണ്ടാവില്ലേ? ഞാൻ ഭഗവാന്റെ പണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെൻഷനും പറയൊക്കെ പോയി. മനസ്സിലായോ? ഞാനാണ് ചെയ്യണമെന്ന് വരുമ്പോൾ അയ്യോ എന്താവും എങ്ങനെയാവും ഉള്ള വിചാരം ഉണ്ടാവണത്. അത് നമ്മുടെ കാര്യക്ഷമതയെ നശിപ്പിക്കുന്നു. മനസ്സിലായോ? മോഡേൺ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താ അറിയുക പറയണത്? ഡിസ്റ്റർബ്ഡ് മൈൻഡ് ഹാസ് നോ എനർജി ആൻഡ് കോൺസെൻട്രേഷൻ. പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അസ്വസ്ഥവും അശാന്തവുമായാൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു, നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നഷ്ടപ്പെട്ടു എന്ന്. മനസ്സിലായോ? എപ്പോഴാണ് മനസ്സ് അശാന്തമാവണത്? ഞാൻ ചെയ്യുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നുള്ള യഥാർത്ഥചിന്ത വരുമ്പോഴാ എന്താവും, എങ്ങനെയാവും, റിസൾട്ട് എങ്ങനെയാവും, ഞാൻ വിചാരിച്ചമായി നടക്കുമോ, ഇങ്ങനെയുള്ള പല വിചാരങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടില്ലേ? എന്നാൽ ഞാൻ ഭഗവാന്റെ ഒരു ഭൃത്യൻ, ഭഗവാന്റെ ഒരു സേവകൻ, ഭഗവാന്റെ കൈകാര്യം ചെയ്യുന്നവൻ, ഭഗവാൻ സന്തോഷിക്കണം, ഭഗവാന്റെ പണി ഭഗവാന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന വിചാരം വരുമ്പോഴോ നമ്മുടെ മനസ്സിന് ഡിസ്റ്റർബൻസ് ഇല്ല. മനസ്സിൻ്റെ ഇളക്കം, ടെൻഷനും വറിയും നഷ്ടപ്പെടും. അപ്പം എന്താവും? മനസ്സിന് ഈ ചിന്തയിലൂടെ നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുന്നത്. മനസ്സ് അസ്വസ്ഥമാകുമ്പോഴാണ് ഊർജ്ജം നഷ്ടപ്പെടുന്നത്. ഒരു ചിന്ത വന്നു പോകാൻ ഒരു യൂണിറ്റ് ഓഫ് എനർജി ആവശ്യം. എത്രത്തോളം മനസ്സിൽ ചിന്തകളുണ്ടോ അത്രത്തോളം എനർജി നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? മനസ്സ് ശാന്തവും ഏകാഗ്രവും. അങ്ങനെ പ്രവൃത്തി ചെയ്യുമ്പോഴോ ആ പെർഫോമൻസ് ബിക്കം എക്സലൻ്റ്. പെർഫോമൻസ് വിൽ ബ്രിങ് ബാക്ക് എക്സലൻ്റ് റിവാർഡ്. ഒന്നാന്തരം പ്രവൃത്തിക്ക് ഒന്നാന്തരം ഫലം. ഇന്ന് നമ്മുടെ പ്രവൃത്തികൾ രണ്ടാന്തരവും മൂന്നാന്തരവും ആവണം. എന്തുകൊണ്ടാണ്? മനസ്സിലായില്ലേ? മനസ്സ് അസ്വസ്ഥമാണ് ചെയ്യുന്ന സമയത്ത് അവിടെ മനസ്സ് കൈകാലുകൾ പ്രവർത്തിക്കുന്നിടത്ത് മനസ്സ് അവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഭഗവതർപ്പണം എന്നുള്ള ഭാവം വരുമ്പോൾ പരിഭ്രങ്ങളില്ല. ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സ് പരിപൂർണമായി മുഴുകണു. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ഓരോ പ്രവൃത്തിയും ഒന്നാന്തരവും. സീക്രട്ട് ഓഫ് ഗ്രേറ്റ് സക്സസ് ആണ് ഭഗവാൻ പറയുന്നത്. മോഡേൺമെൻ്റ് ഭാഷയിൽ ഇതൊക്കെയാണ് അവർ കോട്ട് ചെയ്യുന്നത്. വെറും നിസ്സാരമെന്ന് തോന്നുന്ന ഭാഗവധർമ്മം നമ്മൾ ശരിക്കും ഒന്ന് അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ വെറീസ് ഇല്ലാണ്ടാവും. മനസ്സിലായോ? ടെൻഷനും വറിയില്ലാണ്ടായാൽ തന്നെ മനസ്സമാധാനമായി. അതാണ് ഉദ്വിഗ്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിന് ടെൻഷനും വറിയും തന്നെ അർത്ഥം. അത് മോഡേൺ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതോടെ എന്ത് കിട്ടിയാലും തൃപ്തിയില്ല, ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, മരണഭയവും അല്ലേ? നേരെ മറിച്ച് ഇങ്ങനെ പ്രവർത്തിക്കൂ. ഓരോ പ്രവൃത്തിയും സർവേശ്വരൻ്റെ പൂജയാണ്, ആരാധനയാണ്. എത്ര നന്നായി ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി ചെയ്യണത്? നമുക്ക് ഇന്ന് ആത്മാർത്ഥം എപ്പോഴാണ് ഉണ്ടാവുന്നത്? എനിക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടുമോ, എനിക്ക് എന്തെങ്കിലും പ്രമോഷൻ കിട്ടുമോ, എനിക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ മാത്രമേ ഞാൻ ഇൻസ്പയർഡ് ആവുന്നുള്ളൂ അല്ലേ? മോട്ടിവേഷൻ തിയറി, ഇൻസ്പിരേഷൻ തിയറി എന്താണ്? സെൽഫ് മോട്ടിവേറ്റഡ് ആയ ഒരാൾക്കെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയോ? ഈ ഭഗവത് അർപ്പണം എന്നുള്ള ചിന്ത നമുക്ക് എന്നും സ്ഥിരം മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കും, ആവേശം തന്നുകൊണ്ടിരിക്കും, സ്ഥിരോത്സാഹം തന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഭൗതികമായ എന്തെങ്കിലും കിട്ടും എനിക്ക് ലാഭം എങ്കിൽ മാത്രമേ ഇന്ന് ആത്മാർത്ഥത വരുന്നുള്ളൂ പ്രവൃത്തിയിൽ. ശരിയോ? ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ കാലദേശാവധിഭ്യാം നിർമുക്തൻ, ഇൻഫിനിറ്റ് എന്നർത്ഥം. ഇൻഫിനിറ്റ് ആനന്ദമാണ് ഭഗവാൻ. ശാശ്വതമായ വസ്തു, ശാശ്വതമായ ആനന്ദമാണ് ഭഗവാൻ. ആ ശാശ്വതമായ സത്യത്തെ, ശാശ്വതമായ ആനന്ദത്തെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ റിസൾട്ട് കൊണ്ട്. മനസ്സാ ഭഗവാനിൽ അടങ്ങുമ്പോൾ. മനസ്സിലാവുണ്ടോ? അപ്പോൾ
എങ്ങനെയാണ് പ്രായോഗികമായി ചിന്തിക്കണം, എങ്ങനെയാണ് എൻ്റെ പ്രവൃത്തി ഭഗവത് അർപ്പണമാക്കാൻ പറ്റുക? ഓർക്കണം, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവൻ നോക്കണ്ടോ, ഇവൻ നോക്കണ്ടോ, അവരിന്ന് അംഗീകാരം കിട്ടണ്ടോ, ഇവൻ്റെ അംഗീകാരം കിട്ടണോ നോക്കാതെ എൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കണം മനസാക്ഷി ഇതിന് അംഗീകാരം തരുന്നുണ്ട്. മനസാക്ഷിയായ ഭഗവാൻ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആത്മാർത്ഥമായി ആർക്കെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ചില പ്രവൃത്തി ചെയ്താൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിർവൃതിയും സംതൃപ്തിയും ഉണ്ടാവാറില്ലേ? അല്ലേ? റിവാർഡ് ഭഗവാൻ തരണം. ഭഗവാൻ ഇത് കാണുന്നുണ്ട്, കിട്ടും നമുക്ക്. അപ്പം തന്നെ അവിടെ തന്നെ കിട്ടും. അങ്ങനെ ആ പ്രവൃത്തി ആത്മാർത്ഥമായ അർപ്പണബുദ്ധിയോടുകൂടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കർമ്മരംഗം ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനം നട്ടതി പോവും. ഇന്ന് ഗവൺമെൻറ് ഉടമയിലുള്ള നട്ടല്ലേ? എത്ര കോടി കടം വാങ്ങിയിട്ടായിരിക്കുന്നത്. നമ്മളൊക്കെ കടക്കാരായിട്ടല്ലേ ജീവിക്കുന്നത്. അമ്പലങ്ങളിൽ എന്താ തിരക്ക്, ശബരിമലയിൽ എന്താ തിരക്ക്, വരുമാനം ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് അവർക്ക് കൊണ്ടുപോകാൻ, അല്ലേ? എല്ലാ അമ്പലങ്ങളിലും തിരക്ക്. പക്ഷേ സമാജത്തിൽ മാറ്റം ഉണ്ടാവുണ്ടോ? എന്താ കാരണം? നമ്മുടെ പ്രവൃത്തി. ഈ കായേന വാച എന്നുള്ള ശ്ലോകം അറിയാത്തൊരു കുഞ്ഞെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? ഇത് ഭാഗവതധർമ്മത്തിൻ്റെ മർമ്മമാണ്. പക്ഷേ ഇതിൻ്റെ അപ്ലിക്കേഷനിൽ എന്തോ തകരാറ് വന്നു പോയി. മനസ്സിലായോ? ഇന്നു മുതൽ നമ്മൾ എവിടെ എത്ര ചെറിയ പ്രവൃത്തിയാണെങ്കിലും ശരി, എത്ര വലിയ പ്രവൃത്തിയാണെങ്കിലും അത് ഭഗവാൻ നമുക്ക് ഏൽപ്പിച്ച പണിയാണ്. മനസ്സിലായോ? ഭഗവാന്റെ കൈങ്കര്യമാണ് ചെയ്യുന്നത്. സൂര്യദേവനെന്ന് വേദശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ച ഹനുമാൻജി എത്ര ശക്തനും എത്ര ജ്ഞാനിയുമാ. അത്രയൊന്നും കഴിവില്ലാത്തൊരു നിസ്സാരനായിരുന്നു സുഗ്രീവൻ. ആ സുഗ്രീവൻ്റെ ഭൃത്യനായി സേവകനായി ശുശ്രൂഷയല്ലേ ചെയ്തത്. ആ സുഗ്രീവൻ്റെ ആവശ്യമായിരുന്നു രാമന് തൻ്റെ ഭാര്യയും രാജ്യത്തെയും രക്ഷിച്ചു തന്ന രാമൻ്റെ ഭാര്യയെ കണ്ടെത്തി കൊടുക്കേണ്ടത്, അല്ലേ? പക്ഷേ ഹനുമാൻ സ്വാമി സീതാന്വേഷണത്തിന് പോകുമ്പോൾ ഞാൻ സുഗ്രീവ ഭൃത്യനാണെന്ന് സുഗ്രീവ കാര്യത്തിന് പോകണമെന്നാണോ വിചാരിച്ചത്? ഞാൻ രാമഭക്തൻ, രാമഭൃത്യൻ, രാമസേവകൻ, രാമകാര്യത്തിന് പോകണമെന്നാ. അവിടെയാണ് ഹനുമാൻജിയുടെ വിജയം. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത്. ആത്യന്തികമായി നമ്മൾ വ്യവഹാരത്തിൽ ഓരോരുത്തർക്ക് വേണ്ടി, ഒരു കമ്പനിക്ക് വേണ്ടി, ഒരു ഓഫീസിന് വേണ്ടിയൊക്കെ പണിയെടുക്കേണ്ടി വരും. പക്ഷെ ആത്യന്തികമായി നാം സർവേശ്വരൻ്റെ സേവകന്മാരാ. ലോർഡ് ഓഫ് സർവൻറ്റ്, ഗവൺമെൻറ് സർവൻ്റ് എന്ന് പറയണ്ടല്ലേ? അതിനേക്കാൾ അഭിമാനിക്കാം, ഐ ആം എ സർവൻ്റ് ഓഫ് ലോർഡ്. നമ്മുടെ പ്രധാനമന്ത്രി സ്വയം വിശേഷിപ്പിക്കണം എന്താ? ഈ രാജ്യത്തിൻ്റെ മുഖ്യ സേവകനാണ് ഞാൻ. ഈശ്വര സേവകനായി അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുകൊണ്ടാണ്, വിശ്വസിക്കുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ കഴിയണത്. നമുക്കെന്താ ഭാവമില്ലാത്തത്? നമ്മൾ ശമ്പളക്കാരെന്നല്ല വിചാരിക്കേണ്ടത്, ഞാൻ ഭഗവാന്റെ സേവകൻ. അപ്പം എത്ര നന്നായിട്ട് ഈ സേവകൻ എൻ്റെ സ്വാമിയെ സേവിക്കാൻ സാധിക്കും. ആ സ്വാമിയുടെ സന്തോഷമാണ് തൻ്റെ സാഫല്യം എന്ന ഭാവന വരുമ്പോൾ നമ്മുടെ പ്രവൃത്തി ആർക്കാനും വേണ്ടി ഓർക്കാനിക്കണ പോലെ ചെയ്യാൻ പറ്റില്ല. ഹോൾ ഹെർട്ടഡ്ലി വൺ ഷുഡ് ഡു. ശരിയോ? അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തിയുടെ ഫലം എന്തായിരിക്കും? ഉത്തമ ഫലം കിട്ടുമല്ലയോ? പ്രവർത്തനം ഒന്നാം തരാവോ ഇല്ലയോ? ഫലം ഒന്നാം തരാവോ ഇല്ലയോ? അപ്പോൾ മെറ്റീരിയൽ പ്രോസ്പിരിറ്റി പോലും, ഭൗതികാഭിവൃദ്ധി പോലും ഭക്തനോ അല്ലെങ്കിൽ സമാജത്തിനോ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കാഴ്ചപ്പാട് മാറണം എന്നർത്ഥം. ഞാൻ നടത്തുന്നു, എൻ്റെ മിടുക്കൊണ്ട് നടത്തുന്നു എന്നുള്ളതായ അഹങ്കാരവും ടെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുന്നതൊന്നും ശരിയാവില്ല. നേരെ മറിച്ച് ഭാഗവതധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് നിത്യം ഭഗവാനെ, നശ്വരമായ ദേഹത്തിൽ അഭിമാനം പോകാൻ വേണ്ടി ശാശ്വതനായ ഭഗവാനെ നിത്യം സേവിക്കുക. നാമം ജപിക്കലും കീർത്തനം ചെയ്യലും എപ്പോഴും ചെയ്യാൻ പറ്റില്ല. കർമ്മം ഇല്ലാണ്ട് മനുഷ്യൻ ജീവിതമില്ല. കർമ്മനിരതനാണ് മനുഷ്യൻ. അപ്പോഴോ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈ മനോഭാവത്തോടുകൂടി ചെയ്താൽ അതുകൊണ്ട് എന്താവും? ഇതുവരെ നമ്മൾ ആർജിച്ച കർമ്മവാസനകൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പുതിയതായ ഒരു കർമ്മവാസന പോലും മനസ്സിൽ ഉണ്ടാവുകയുമില്ല. അങ്ങനെ മനസ്സ് ശുദ്ധമാകുമ്പോൾ ശുദ്ധമായ മനസ്സിന് ഏകാഗ്രത ഉണ്ടാവും. ആ മനസ്സ് ആ ഭഗവാന്റെ ചിന്തനത്തിൽ, ആ സ്മരണത്തിൽ ഏർപ്പെടും. ആ സ്മരണത്തിൽ മനസ്സ് ആ ഭഗവാനിൽ അടങ്ങും. മനോ തതോ നിരുന്ധ്യാൽ അഭയം തദസ്യ എന്ന് പറഞ്ഞല്ലോ. പലതിനെയും സങ്കല്പിച്ച് പലതിലേക്ക് ഓടി നടക്കണ മനസ്സിനെ അതിൻ്റെ ഉറവിടത്തിൽ വിലയിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ? ഇനി ഭിക്ഷുഗീതയിൽ നമുക്ക് ഭാഗവതത്തിൽ കാണാം. ദാനം, യമം, നിയമം, സ്വധർമാചരണം, പൂജനം, യജ്ഞം, യാഗം, വേദപഠനം ഇത്യാദി എത്രയോ അനുഷ്ഠാനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? സർവേ ഇത് മുഴുവൻ എന്തിനു വേണ്ടി പറഞ്ഞതാ? മനോനിഗ്രഹ ലക്ഷണ എന്താ? മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിനെ വികസിപ്പിക്കാനല്ല, മനസ്സിൻ്റെ ഉറവിടത്തിൽ അതിനെ അടക്കണം. ആ മനസ്സിൻ്റെ ഉറവിടം ചിന്താക്ക് ആധാരമായ ചിന്താസാക്ഷിയായ പ്രഭുവാണ്, ഭഗവാനാണ്. സർവേ മനോനിഗ്രഹ ലക്ഷണ എന്താ? പരോഹി യോഗ
മനസ്സമാധി, മനസ്സടങ്ങലാണ് പരമമായ യോഗം. ഇത് നമുക്ക് പറഞ്ഞാൽ പോരാ, നമുക്ക് പ്രാക്ടിക്കലായി നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ സാധിക്കും. എങ്ങനെയായാൽ കർമ്മങ്ങൾ ഓരോന്നും നാരായണാർച്ചനയായി ചെയ്താൽ. മറ്റുള്ളവർ ചെയ്യണ്ടോ ഇല്ലയോ എന്ന് കാത്തിരിക്കരുതേ, വെയിറ്റ് ചെയ്യാൻ പോകരുതേ. നമുക്ക് ഇപ്രകാരം ജീവിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആ സത്യം സാക്ഷാത്കരിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. ഈ മായയുടെ ആ കുടുക്കിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും പുറത്ത് കിടക്കാം എന്നർത്ഥം. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി ഒരു ഓർഗനൈസേഷന് കൊടുക്കാൻ കഴിയണമല്ല. വി കനോട്ട് ഓർഗനൈസ് സ്പിരിച്വാലിറ്റി. മറ്റ് മതങ്ങളെ മാതിരിയല്ല നമ്മുടെ മതം. ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, സ്വന്തം ഉള്ളിൽ സത്യം സാക്ഷാത്കരിച്ച് ധന്യനായി തീരുക എന്നർത്ഥം. അങ്ങനെയാണ് ഈ നാട്ടിൽ ഭാരതത്തിൽ ഓരോ മഹാന്മാരും ഉദയം ചെയ്തത് എന്നർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ഭാവനയോടുകൂടി സർവേശ്വരൻ്റെ ഭൃത്യനാണ്, സേവകനാണ്, അവിടുത്തെ കൈങ്കര്യം ചെയ്യുന്നവനാണ് ഞാൻ എന്ന തിരിച്ചറിവോടുകൂടി നമ്മുടെ മുമ്പിൽ യാദൃച്ഛികമായി നമ്മൾ എവിടെ എത്തണില്ലേ? ഈശ്വരൻ IT കമ്പനികളൊക്കെ ഇന്നലെ മിന്നാന്ന് വന്നതല്ലേ? അവരല്ലേ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് പ്ലേസ്മെൻറ്റ് കൊടുക്കണത്. നമുക്ക് ഓരോ ജീവനെയും യോ വേദതാൽ ശാശ്വതീഭ്യ സമാഭ്യ എന്നാണ് വേദത്തിൽ പറഞ്ഞേക്കുന്നത്. ഓരോ ജീവനും ചെയ്ത പുണ്യപാപ കർമ്മങ്ങളൊക്കെ ആർക്കറിയാൻ കഴിയും? സർവജ്ഞനായ ഭഗവാന് മാത്രം. ഏഷ സർവജ്ഞ സർവാന്തര്യാമി. എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്നവൻ എല്ലാം അറിയാൻ കഴിയും. അവിടെ സർവജ്ഞനാണ്. ആ ഈശ്വരനാണ് ഓരോ ജീവനും. ഒരാളെ ഇന്ദ്രനാക്കണമോ, ഒരാളെ ഉറുമ്പാക്കണമോ, ഒരാളെ പുഴുവാക്കണമോ, ഒരാളെ മനുഷ്യനാക്കണമോ, ഒരാളെ ഈ ഭാഗവത സദസ്സിൽ എത്തിക്കണമോ ഒക്കെ ആ കർമ്മത്തിനനുസരിച്ച് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? കർമ്മഫലദാതാവ് ആ ഈശ്വരനാണ്. അതുകൊണ്ട് ആ ഈശ്വരൻ തെറ്റുപറ്റില്ല. ആ ഈശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന അവസരം ഇത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആ സർവേശ്വര ആരാധന നിർവഹിക്കുന്നു എന്ന ഭാവത്തിൽ നമ്മുടെ ജീവിതത്തെ നയിക്കാമെങ്കിൽ ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ മനസ്സ് ആ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ലയിക്കും. നമുക്ക് ഓരോരുത്തർക്കും ജീവിതധന്യത, കൃതകൃത്യത അനുഭവിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ സാധിച്ച ആളാണ് നിമി, അങ്ങനെ സാധിച്ച ആളാണ് ഉപദേശിക്കുന്ന നാരദർ, അങ്ങനെ സാധിച്ചവരാണ് ഈ 9 യോഗീശ്വരന്മാരും. ഇങ്ങനെ നിങ്ങളും പ്രവർത്തിക്കൂ, ജീവിക്കൂ എന്ന് നമുക്ക് ഉപദേശം തരികയാണ് ഇവിടെ ചെയ്തത്. ഒന്നും കൂടി ആ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമൗവ്യയം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.